ഉദ്ധവർക്ക് ഉപദേശം കൊടുക്കുന്ന മാത്രയിൽ അവിടെ ഭാഗവതം നേരെ ഒരു യാത്ര തിരിയുന്നുണ്ട്. ഭാഗവതം പറയും ധർമാധർമ്മങ്ങളെ ഒന്നും നോക്കേണ്ടതില്ല. പക്ഷേ അത് ആരോടാ പറയുന്നതെന്ന് ചോദിച്ചാൽ പരമജ്ഞാനിയായ ഉദ്ധവരോടാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ ഭാഗവതത്തിലൂടെ നമ്മൾ അതേ നിലയിലേക്ക് എത്തിയാൽ മാത്രമേ ആ ഉപദേശം സ്വീകരിക്കാവൂ. അല്ലാതെ നമ്മൾ തുടക്കക്കാരൻ ധർമാധർമ്മത്തെ നോക്കേണ്ട, അതുകൊണ്ട് ഏത് അധർമ്മവും ചെയ്യാമെന്ന് വിചാരിച്ചാൽ മനസ്സിലായില്ലേ, നമ്മൾ കുഴപ്പക്കാരനായി മാറും. ആ നിലയിലേക്ക് എത്തി പൂർണ്ണബോധവും ജീവിതത്തിന് അടുക്കും ചിട്ടയും എത്തിയ, മനസ്സിലായില്ലേ, ആ ഉദ്ധവരോടാണ് പറയുന്നത് ധർമാധർമ്മം നോക്കേണ്ട. കാര്യം എന്താ? അത്രയും ജ്ഞാനിയായ ഉദ്ധവർ ഒരിക്കലും അധർമ്മം ചെയ്യില്ല. മനസ്സിലായില്ലേ? ഒരിക്കലും അധർമ്മം അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വരില്ല. ചിന്തയിൽ വരാത്ത ഒരാളിനോട് പിന്നെ അധർമ്മവും ധർമ്മവും പറയേണ്ട ആവശ്യമുണ്ടോ? സ്വകർമ്മമായി എന്തും ചെയ്യാം. ആ കർമ്മത്തിനൊക്കെ ആധാരമായി എന്തുണ്ടാകണം? ജ്ഞാനമുണ്ടാകണം. ജ്ഞാനത്തെ ആധാരമാക്കിയ കർമ്മങ്ങളൊന്നും തെറ്റായതാവില്ല. ആവോ? തെറ്റായ കർമ്മം ഉണ്ടാകുന്നത് എപ്പോഴാ? ജ്ഞാനത്തെ ആധാരമാക്കാതെ അജ്ഞാനത്തിൽ പെടുമ്പോഴാ. ജ്ഞാനമെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ക്ലാസ്സിൽ പഠിച്ച പാഠപുസ്തകത്തിലെ അക്ഷരം വായിക്കുന്ന ഏതെങ്കിലും ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടിയ അക്ഷരത്തിൻ്റെ ടെക്നോളജിയുടെ ജ്ഞാനത്തെ അല്ല, ഈശ്വരീയമായ അറിവിനെ, ആത്മബോധജ്ഞാനം. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ഒരിക്കലും നമ്മൾ ആരാണെന്ന് പഠിക്കുന്നില്ല. പഠിക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളിപ്പോൾ വലിയ ഡിഗ്രി എടുത്ത PG ഒക്കെ എടുത്ത ഒരു കുട്ടിയുടെ വിളിച്ചു നിർത്തി, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എടുത്ത കുട്ടിയൊക്കെ വിളിച്ചു നിർത്തിയിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, നീ ആരാണ്? അറിയത്തില്ലേ, ഞാൻ ശ്രീലക്ഷ്മിയുടെ മോളെ, അല്ലെങ്കിൽ ഞാൻ ഇന്ന വീട്ടിലെ വിളവീട്ടിലെ കൊച്ചാണ്, ഇതല്ലേ പറയത്തുള്ളൂ. അല്ലാതെ പറയുമോ? ഇല്ല. പക്ഷെ ഒരു ആത്മജ്ഞാനിയായ ഒരാളിനോട് നീ ആരാണെന്ന് ചോദിച്ചാൽ അയാൾ ചിരിച്ചുകൊണ്ട് വേണമെങ്കിൽ പറയാം, നീ തന്നെയാടാ ഞാനും. എന്താ കാരണം? രണ്ടും ആത്മാവാണ്. അതാണ് ഹനുമാൻ ശ്രീരാമനോട് പറഞ്ഞൊരു തത്വമുണ്ട്. അല്ലയോ രാമ, ഞാനും അങ്ങും തമ്മിൽ എന്താ വ്യത്യാസം? ശരീരം കൊണ്ട് അങ്ങ് മനുഷ്യാകാരത്തിലും ഞാൻ വാനര രൂപത്തിലുമാണ്. വ്യത്യാസം ശരീരം കൊണ്ടാണ്. ആത്മതത്വത്തിൽ വാനരന് വാനരൻ്റെ ആത്മാവും മനുഷ്യന് മനുഷ്യൻ്റെ ആത്മാവും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈശ്വര സർവഭൂതാനാം എന്ന വാക്ക് തെറ്റായി മാറില്ലേ? മാറും. അപ്പോൾ ആത്മാവ് കൊണ്ട് നമ്മൾ ഒന്നാണ്. അങ്ങ് രാജാവാണ്, ഞാൻ അങ്ങയുടെ ദാസനാണ്. അതും ശരീരഭാവത്തിലാണ്. ഈ ശരീരം തീർന്നാൽ പിന്നെ രാമൻ രാജാവാണോ? ആണോ? നമ്മൾ പറയത്തില്ലേ രാജാവ് നാട് നീങ്ങി. നമ്മളൊക്കെ പറയും നമ്മൾ മരിച്ചുപോയി, രാജാവ് നാട് നീങ്ങി. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പം ശരീരം കൊണ്ടാണിതെല്ലാം. അങ്ങ് സുന്ദരനും കോമളനുമായിരിക്കുന്ന ശരീരം കൊണ്ടാണ്. ഞാൻ ഈ വാനരമുഖം ധരിച്ചിരിക്കുന്ന ശരീരം കൊണ്ടാണല്ലേ. ആത്മാവിന് വാനരൻ്റെ മുഖമുണ്ടോ? ഇല്ല. അതിന് പൊതുവായൊരു രൂപയേ ഉള്ളൂ. അതിന് നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം, നമുക്ക് ഏറ്റവും എളുപ്പം ചിന്തിക്കാൻ. ഇപ്പോൾ ഈ പ്രകാശിക്കുന്ന ഈ ലൈറ്റിലേക്ക് വരുന്ന വൈദ്യുതി ഇതിലേക്ക് വന്നാലും ഈ ബോക്സിലേക്ക് വന്നാലും, അല്ലേ, ഒരു തേപ്പൂട്ടിയിലേക്ക് വന്നാലും അനുഭവപ്പെടുന്ന പലതരത്തിലാണ്. പക്ഷേ ഇതിനകത്തെല്ലാം വരുന്ന വൈദ്യുതിക്ക് ഒരേ ഭാവമല്ലേ ഉള്ളൂ? അതോ ഇതിലേക്ക് വരുന്ന വൈദ്യുതിക്ക് പ്രകാശമുണ്ട്, ഇസ്തിരിപ്പെട്ടിയിലേക്ക് വരുന്ന വൈദ്യുതിക്ക് ചൂടുണ്ട്, അത് കഴിഞ്ഞാൽ ഇതിലേക്ക് വരുന്ന വൈദ്യുതി ശബ്ദത്തിൻ്റെ ഉച്ചയുണ്ട്. അങ്ങനെയാണോ? ആ ഉപകരണത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ആ ഉപകരണം അതിലേക്ക് കടന്നു വരുന്ന വൈദ്യുതിയെ പ്രതിദാനം ചെയ്ത് അവതരിപ്പിക്കുന്നു. അവതരണത്തിലല്ലേ ഉള്ളൂ വ്യത്യാസം. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ചിലരെയൊക്കെ നോട്ടം കണ്ടിട്ട് ഇങ്ങനെ ഇതൊക്കെ വേണമായിരുന്നോ ഞങ്ങളോട്, ഞങ്ങൾ എന്ത് ക്രൂരത ചെയ്തിട്ട് എവിടെ വന്ന് എന്നൊക്കെ അർത്ഥത്തിലാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. മനസ്സിലാവുന്നോ എടുത്ത് ചോദിച്ചത്. അപ്പോൾ അത്തരത്തിൽ അതേ ഭാവത്തിലാണ് ആത്മാവ് എല്ലാവരിലൂടെയും കടന്നു പോകുന്ന, വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് ആ ആത്മജ്ഞാനത്തെ നേടുന്ന തരത്തിലെത്തുന്ന വ്യക്തിയോട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യുന്ന വ്യക്തിയോട് പിന്നെ അധർമ്മത്തെക്കുറിച്ചും അധർമ്മം തെറ്റാണെന്ന് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? കാര്യം എന്താ? അയാൾ ഒരിക്കലും അതിലേക്ക് വരില്ല. കാര്യം അയാൾ ഉന്നത പദവി പ്രാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ തിരിയണം. പിന്നെ നമ്മൾ അധർമ്മത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇനി ഒരു തിരിച്ചു മടക്കമില്ലെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? തിരികെ പോകാനുള്ള വഴി അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ?
ഇല്ല. അതാണ് ആത്മപരിവർത്തനം എന്ന് പറയുന്നത്. ആ പരിവർത്തനം ആത്മബോധത്തിലേക്ക് പരിവർത്തനം ചെയ്ത് എന്താണ്? മനസ്സെന്ന ഭാവത്തിലൂടെ അറിഞ്ഞുകൊണ്ടിരുന്ന മായയുടെ പ്രഹേളികയെ സ്വബോധം കൊണ്ട് തിരിച്ചറിഞ്ഞ് മായ എന്നതും മായയ്ക്ക് ആധാരമായ മനസ്സെന്നതും ക്ഷണികമാണെന്നും ഇല്ലാത്തതാണെന്നും വാസ്തവരഹിതമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇല്ലാത്തതിനെക്കുറിച്ചോർത്ത് അതിനകത്ത് ചിത്രം വരയ്ക്കാൻ നിൽക്കാതെ ഉള്ളതിനെ ആനന്ദിച്ചനുഭവിച്ച് ഉള്ളതിനെ ഉൾക്കൊള്ളുക. അല്ലേ? മനസ്സിലായോ എന്ന് ചോദിക്കുന്നെങ്കിലും മനസ്സില്ലാത്തതാണ്. എന്താ മനസ്സ്? നമ്മുടെ ശരീരത്തിനെ എല്ലാത്തിനെക്കുറിച്ചും സ്കാൻ ചെയ്ത് MRI സ്കാനൊക്കെ എടുത്തില്ലേ? എല്ലാ സാധനത്തെ അവയവത്തിൻ്റെയൊക്കെ ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ പോയി എടുക്കാറുണ്ട്. ഇന്ന് വരെ ഏതെങ്കിലും ലാബിലോ ഏതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റിലോ മനസ്സിൻ്റെ രൂപത്തെ എടുത്തിട്ടുണ്ടോ? ഉണ്ടോ? എവിടെ ഇരിക്കുന്നതെന്ന് എടുത്തിട്ടുണ്ടോ? പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ചോദ്യം ഏതാ? മനസ്സിലായോ? വീട്ടിൽ കുഞ്ഞുനാൾ തൊട്ടേ അച്ഛനും അമ്മയും ചോദിക്കും മനസ്സിലായോ? ഇപ്പം വന്ന് ഗതി കേട്ട് സപ്താഹത്തിൽ വന്ന ആചാര്യനും ചോദിക്കും എന്താ മനസ്സിലായോ എന്ന്. പക്ഷെ ഈ ചോദിക്കുന്ന ആളിനും അറിയില്ല മനസ്സെന്താണെന്ന്, പിന്നെ കേൾക്കുന്ന നമുക്കും അറിയില്ല. പക്ഷെ ചോദിക്കാതിരിക്കാൻ നിർവാഹം ഇല്ലാത്തത് കൊണ്ട് പൊതുവിൽ ഉപയോഗിക്കുന്നൊരു പദപ്രയോഗം എന്നുള്ള നിലയിൽ മനസ്സെന്ന വാക്കിന് സ്ഥാനമുണ്ട്. കേവലം ഒരു സൂചനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. എവിടെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു മനസ്സിൻ്റെ ഒരു സ്വഭാവമല്ലേ? വികൃതിയായ ഒരു കുട്ടിക്കുരങ്ങനും അത് മദ്യപിച്ചാലും അതിനകത്ത് ചെകുത്താൻ കയറിയാൽ എങ്ങനെയൊക്കെ ആയിരിക്കും അതൊക്കെയാണ് മനസ്സെന്ന് വിവേകാനന്ദൻ്റെ ഒരു നിർവചനം വെച്ച് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു. ഓർമ്മയുണ്ടോ? അതോ മറന്നുപോയോ? അങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു. ഇനി ആ മനസ്സിനെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സെന്നത് യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒന്നാണ്. ഉള്ളതായിരുന്നെങ്കിൽ എവിടെയെങ്കിലും അതിനെക്കുറിച്ച് ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് കണ്ടെത്തേണ്ടതല്ലേ? കണ്ടെത്തിയിട്ടില്ല. എന്നാൽ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു സാധനം. ഇങ്ങനെയൊക്കെ കുറേ അത്ഭുതങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ. നമ്മളറിയാതെ നമ്മളെ നിയന്ത്രിക്കുന്ന ഇല്ലാത്ത അദൃശ്യമായ ഒന്നുണ്ട്. എപ്പോഴാണ് അത് ഇല്ലാത്തതായി അറിയുന്നത്? എങ്ങനെയാണ്? അപ്പോൾ ഉള്ളതായി അറിയുന്നത് എങ്ങനെയാണ്? എപ്പോഴാണ് ഇതിനെ ഉള്ളതായി അറിയുന്നത്? നിങ്ങൾ നല്ല ഉറക്കത്തിൽ മനസ്സുള്ളതായി അറിയുന്നുണ്ടോ? ഉണ്ടോ? നല്ല ഉറക്കമാണ്. ചിലർ പറഞ്ഞില്ലേ പോത്ത് പോലെ ഉറങ്ങിപ്പോയി. നല്ല രസമായിട്ട് ഉറങ്ങി. പോത്ത് പോലെ ഉറങ്ങിപ്പോയി. ഇടി വെട്ടിയത് പറഞ്ഞില്ല, മഴ പെയ്തത് പറഞ്ഞില്ല, കട്ടിലിൽ നിന്ന് ഉരുണ്ട് വീണതും അറിഞ്ഞില്ല. സുഖമായിട്ട് ഉറങ്ങി. അറിഞ്ഞോ? ഇല്ല. അപ്പോൾ അവിടെ മനസ്സ് ഉണ്ടോ? ഇല്ല. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. എന്താ? മനസ്സവിടെ ഇല്ല. അപ്പം മനസ്സിനെ ഇല്ലാത്തൊരവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഉണ്ട് അല്ലേ? ഉറക്കത്തിൽ ബാക്കി ഇരിക്കുന്ന സമയത്തൊക്കെ മനസ്സുള്ളതായിട്ട് അറിഞ്ഞിട്ടല്ലേ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പം തന്നെ മനസ്സിപ്പോൾ ഗുരുവായൂരെന്ന് പറയുമ്പോൾ നേരെ അമ്പലത്തിൽ നിന്നവരെ പോവില്ലേ? അപ്പോൾ ഇവിടെ ശരീരത്തെ ഉപേക്ഷിച്ച് അവിടെ പോകാനുള്ള കഴിവ് ആർക്കുണ്ട്? മനസ്സിലായില്ലേ? ഗുരുവായൂർ എന്ന് നിൽക്കുമ്പോഴാണ് തിരുവനന്തപുരത്തുള്ള പഴയൊരു കൂട്ടുകാരെ കണ്ടത്. പിന്നെ മനസ്സവിടെ പോവും. ടിക്കറ്റ് എടുക്കേണ്ട പൈസ വല്ല കുഴപ്പമുണ്ടോ? പറഞ്ഞു മനസ്സിലാവും. പൈസയുടെ ഒന്നും ചിലവില്ല, വളരെ വേഗത്തിൽ പോവും. നമ്മളിതൊക്കെ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഒരു തീർത്ഥാടനം നടത്താൻ അമ്പലങ്ങളിൽ ദൈവങ്ങൾ എവിടാ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടം വരെ പോകുന്നത്. അവിടം വരെ പോകാതെ തന്നെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ പോയി വരാൻ പറ്റും. നമ്മൾ സാധാരണ കാണുന്നത് പോലെ തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. മനസ്സിന് 3 ഭാവങ്ങളുണ്ട്. ഏതൊക്കെയാ? ഇടയ്ക്കൂടെ പറഞ്ഞു പോയതാ. മനസ്സിൻ്റെ 3 ഭാവങ്ങൾ ഏതൊക്കെയാ? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ജാഗ്രത എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാനെന്ന ബോധം ഇങ്ങനെ കൂടുതൽ ആക്റ്റീവായി ദേഹവുമായി ബന്ധപ്പെട്ട് അനുഭവങ്ങളിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ ജാഗ്രത അല്ലേ? ഞാനെന്ന ബോധം ഇപ്പോൾ കൂടുതലല്ലേ? അത് ഉറക്കം തൂങ്ങിയിരിക്കുകയാണോ? ആ ബോധം ഇങ്ങനെ കൂടി വന്ന് ദേഹത്തോടുകൂടി ഞാനിവിടെയുണ്ട്, അതുകൊണ്ട് എൻ്റെ മനസ്സിവിടെയുണ്ട്, എൻ്റെ മുന്നിലുള്ളത് എൻ്റെ ഇന്ദ്രിയം ഇവിടെ തന്നെയാണ്, കണ്ണ് മുമ്പോട്ടിരിക്കുകയാണ്. മുമ്പോട്ട് കണ്ണിരുന്നുകൊണ്ട് കാണാൻ പറ്റണമെന്നൊന്നുമില്ല. ചിലർ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കും മിഴിച്ച്. മനസ്സിലായില്ലേ? അവസാനം എന്താ പറഞ്ഞു വയ്ക്കുമ്പോൾ അടുത്തിരിക്കുന്നത് എന്തുവാ പറഞ്ഞേ, എന്താ കാര്യം, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അതിനോടൊപ്പം കണ്ണ് തുറന്നിരിക്കുന്നു, അതിനോടൊപ്പം ഇന്ദ്രിയവും ഇവിടെ തന്നെയാണ് അല്ലേ? കണ്ണ് ഇവിടെയാണ്, കാഴ്ച എവിടെയാണ് ഒന്നില്ലേ? അതാണ് ജാഗ്രത. പൂർണ്ണബോധത്തിൽ നിൽക്കുന്നു. ആത്മബോധമല്ലേ, ശരീരവുമായി ബന്ധപ്പെട്ട പൂർണ്ണബോധം. അതാണ് ജാഗ്രത.
രണ്ടാമത്തത് എന്താ? സ്വപ്നം. എന്താ സ്വപ്നം? സ്വപ്നം എന്താ? ഞാൻ വിഷയസുഖങ്ങളെ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ അല്ല. ഇപ്പം നിങ്ങൾ വിഷയസുഖത്തെ അനുഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ വിഷയമാണ് ഞാൻ. ഈ ഇരിക്കുന്ന വിളക്ക് നിങ്ങളുടെ വിഷയമാണ്, മനസ്സിലാവുന്നുണ്ടോ? ഈ മുന്നിലുള്ളതെല്ലാം നിങ്ങളുടെ വിഷയമാണ്. ഈ ശബ്ദം നിങ്ങളുടെ വിഷയമാണ്. ഇതെല്ലാം നിങ്ങൾ അനുഭവിക്കുന്ന ഇപ്പോൾ എങ്ങനെയാണ്? ഇന്ദ്രിയങ്ങളിലൂടെയാണ് അല്ലേ? കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെ അല്ലേ അനുഭവിക്കുന്നത് അല്ലേ? പക്ഷേ സ്വപ്നം കാണുമ്പോഴോ വിഷയങ്ങളെ അനുഭവിക്കുക, ഇന്ദ്രിയങ്ങൾ ആവശ്യമില്ല. നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ കണ്ണ് തുറന്ന് ഇങ്ങനെ വെച്ചുകൊണ്ട് അവിടെ നിന്നാണ് സ്വപ്നം കാണുന്നത്? അല്ല, കണ്ണടഞ്ഞിരിക്കുകയാണ്, കാതിലൂടെ ശബ്ദം കേൾക്കുന്നില്ല, പുറത്ത് ശബ്ദമൊന്നുമില്ല. ഒരു ശബ്ദവും ഇല്ലാത്ത മുറി കിടക്കുമ്പോഴായിരിക്കും നിങ്ങൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇലഞ്ഞിത്തറ മേളം കേൾക്കുന്നല്ലേ? ആണോ അല്ലയോ? അത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ അവിടെ തെക്ക് നട തുറന്ന് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ പുറത്തോട്ടിറങ്ങി വരുന്ന ആ ഗജത്തിൻ്റെ ആ പ്രൗഢി കാണുന്നത് ഇല്ലേ? കാണത്തില്ലേ? കാണത്തില്ലേ സ്വപ്നത്തിൽ? പെട്ടെന്നാണ് ആരാണ് പറഞ്ഞത്, ഓ ഇടയിൽ ഇന്ന് ആന വരണ്ട, ഓടിക്കോടാന്ന് പറഞ്ഞു. നിങ്ങൾ ഓടി എത്ര അടുത്ത് വീണ് ആ സമയം കൊണ്ട് നിങ്ങൾ ഞെട്ടി ഉണർന്നു. നിങ്ങളിത് മുഴുവൻ അനുഭവിച്ചില്ലേ നേരി കാണുന്നത് പോലെ? ഇത് എവിടെയാണ് ഈ അനുഭവം ഉണ്ടായത്? ഇന്ദ്രിയത്തിലല്ല, മനസ്സിനുള്ളിലാണ്. അതാണ് മനസ്സിൻ്റെ രണ്ടാമത്തെ ഭാവം. മനസ്സിലായോ? എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ ഇന്ദ്രിയത്തിൻ്റെ സഹായം കൂടാതെ വിഷയസുഖങ്ങളെ സ്വയം സൃഷ്ടിച്ച് അനുഭവിക്കുന്ന മനസ്സിനൊരു ശൈലിയുണ്ട്, അതാണ് സ്വപ്നം. അതിന് കാതും വേണ്ട, ശബ്ദം കേൾക്കാൻ കണ്ണും വേണ്ട, രുചിയും വേണ്ട. അപ്പോൾ ഇന്ദ്രിയത്തിൻ്റെ പരിമിതി മനസ്സിലായോ? മനസ്സിലായില്ലേ? സ്വപ്നത്തിൽ കിടന്ന് അമ്പലപ്പുഴ പാൽപ്പായസം കുടിച്ചിട്ട് നാഗ് നീട്ടി പുറത്തിട്ട് കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, മനസ്സിലായി? അവൻ്റെ ഗ്ലാസും വേണ്ട, പായസവും വേണ്ട, പക്ഷേ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ മധുരം അറിയും. ഇനി ഇന്ദ്രിയങ്ങളിലൂടെ ആണെങ്കിലും അല്ലാതെയും വിഷയങ്ങളെ അറിയാതെ പൂർണ്ണമായും ബോധത്തിലേക്ക് ലയിച്ച് സ്വപ്രവൃത്തിയെ ഉപേക്ഷിക്കുന്ന ഒരു സമയമുണ്ട് മനസ്സിന്. അതാണ് സുഷുപ്തി, ഉറക്കം. അതുകൊണ്ട് എന്തില്ല? സ്വപ്നവും ഇല്ല, ജാഗ്രതവും ഇല്ല, ഇടിവെട്ടിയത് പറഞ്ഞില്ല, മഴ പെയ്തത് പറഞ്ഞില്ല, മനസ്സകത്തിരുന്ന ഒരു സാധനത്തെ ഉണ്ടാക്കിയതും ഇല്ല. അതാണ് സുഷുപ്തി, നിദ്ര. ഈ മൂന്ന് ഭാവങ്ങളും മനസ്സിൻ്റെ പ്രകടമാണ് അല്ലേ? നമുക്കെല്ലാവർക്കും ഇത് സ്വയം ഉള്ളതല്ലേ? ഇതില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇന്നുവരെ സ്വപ്നം കണ്ടിട്ടില്ല. ഇനി സ്വപ്നം ഉറക്കത്തിൽ മാത്രമല്ല കാണുന്നത് കേട്ടോ. ഉണർന്നിരിക്കുമ്പോൾ നമ്മളിവിടെ നിന്ന് വേറൊരിടത്ത് മനസ്സ് പോയി നിൽക്കുന്നത് സ്വപ്നമാണ്. ഉറങ്ങിയും ഉണർന്നും കാണാം. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു കഥ ഓർമ്മ വന്നാൽ, ഒരു കൂട്ടുകാരനെ ഓർമ്മ വന്നാൽ നമ്മൾ അയാളെ കൂടെ സംസാരിച്ചൊക്കെ ഓർക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്നുണ്ടോ? കാതുകൊണ്ട് കേൾക്കുന്നില്ല, പക്ഷെ നമ്മൾ ഉള്ളിലുണ്ടാക്കുന്നില്ലേ? അങ്ങനെ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സ്വപ്നം അനുഭവപ്പെടും. മനസ്സിലായില്ലേ? സ്വപ്നത്തിന് അങ്ങനെയാണ്. ആ രണ്ട് ഭാവത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നതാണ് സ്വപ്നം. നമ്മൾ ഇന്നലെ സന്ധ്യയെക്കുറിച്ച് പറഞ്ഞില്ലേ? പകലും അല്ല രാത്രിയല്ല, ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ ഇതുപോലെ 3 അവസ്ഥകൾ ഉണ്ട്. ഈ 3 അവസ്ഥകൾ വെടിയുന്നൊരവസ്ഥയുണ്ട്, അതിനെയാണ് തുരീയം എന്ന് പറയുന്നത്. ഈ 3 അവസ്ഥകളെയും കടന്നു പോകുന്ന അവസ്ഥ, ആ അവസ്ഥയാണ് മനസ്സ് നിയന്ത്രിക്കപ്പെടുന്നതും ലയിക്കുന്നതും, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനസ്സില്ലാണ്ടാവുന്നതും. അതിനെയാണ് തുരീയം. തുരീയം വെച്ചാൽ ആനന്ദം. ആ അവസ്ഥയാണ് ഈശ്വരാനുഭവം. അതിലേക്ക് പോകാനാണ് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ നാമജപങ്ങളും മറ്റു പല കാര്യങ്ങളും ചെയ്യാം. മനോനിയന്ത്രണത്തിന് ഏറ്റവും നല്ലത് ഏതാ? നാമജപമാണ്. ഇതൊക്കെ ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ്. കലിയുഗത്തിൽ ഏറ്റവും നല്ല ഈശ്വര ഉപാസനയ്ക്കുള്ള മാർഗം ഏതാ? നാമജപം. ഗുരുനാഥൻ തുണ ചെയ്യുക, ഗുരുനാഥൻ തുണ ചെയ്യുക, സന്തതം തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും പിരിയാതിരിക്കണം നമ്മുടെ നരജന്മം. നമ്മുടെ ആ നരജന്മം, ഗുരുനാഥൻ എന്ന് പറയുന്ന ഗുരുവായൂരപ്പനെ തന്നെയാണ് വിളിക്കുന്നത്. പൂന്താനത്തിൻ്റെ ഗുരുനാഥൻ ആരാ? ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഭഗവാനെ നീ എനിക്ക് ഒന്നും തരണ്ട, ആകെ നീ എനിക്ക് തരേണ്ട ഒറ്റ കാര്യമുള്ളൂ, എന്താ? തിരുനാമങ്ങൾ എപ്പോഴും എപ്പോഴും നിന്നെക്കുറിച്ച്, മനസ്സിലായില്ലേ? നിൻ്റെ പേര് ചൊല്ലി വിളിക്കാൻ, അല്ലെങ്കിൽ നിൻ്റെ നാമം ജപിക്കാൻ. എന്താണ് നാമം ജപിക്കുന്നത്? നാമം നാമിയെ ഓർമ്മിപ്പിക്കും. നാമനാമീ ബന്ധം എന്ന് പറയുന്നവരുണ്ട്. നമ്മളിപ്പോൾ ആന എന്നൊന്ന് വാക്ക് പറഞ്ഞെന്ന് വെച്ചോ, 2 അക്ഷരമാണ് പറഞ്ഞത്, പക്ഷേ ആ നിമിഷം നമ്മുടെയൊക്കെ മനസ്സിൽ ആനയുടെ രൂപം തെളിയത്തില്ലേ?
മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഗുരുവായൂരപ്പൻ്റെ രൂപം വരുത്തില്ലേ? അപ്പോൾ ആ നാമത്തിലൂടെ നാമിയെ സ്മരിക്കുക. അപ്പോൾ എപ്പോഴും ഈശ്വരസ്മരണ ഉണ്ടാകാനുള്ളൊരു വഴിയാണ് നാമജപം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നാമജപം ശീലിക്കുക. ബാക്കി ഒരു കാര്യമില്ല. ഏറ്റവും പ്രധാനം നാമജപം. നാമജപത്തേക്കാൾ വലിയ യാഗമില്ല, നാമജപത്തേക്കാൾ വലിയ പൂജ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? നാമജപത്തേക്കാൾ വലിയ അർച്ചനയില്ല, നാമജപത്തേക്കാൾ വലിയ വഴിപാടുകളും ഇല്ല. അപ്പോൾ ഏറ്റവും വലിയ വഴിപാടുകൾ ഏതാ? നാമജപമാണ്. നാണം കൂടാതെ നാമം ജപിക്കണം. മനസ്സിലായില്ലേ? ചിലർക്കൊക്കെ നാമം ജപിക്കാൻ നാണക്കേടാ. വായിലിരിക്കുന്ന മൊത്തം കാണും തറയിൽ വീണ് പോയാലോ? ചിലർക്ക് എൻ്റെ സ്വരം മറ്റുള്ളവർ കേട്ടാൽ ഈ അത്ര സംഗീതമൊന്നുമില്ല. നാമജപത്തിന് സംഗീതത്തിനൊന്നും പ്രാധാന്യമൊന്നുമില്ല. ഭക്തി ഉണ്ടാവണം. ഭക്തിയുടെ മാധുര്യം മാത്രം മതി. ശബ്ദമാധുര്യം കൊണ്ട് നമ്മൾ പാടി പുകഴ്ത്തി കേൾപ്പിക്കാൻ പാട്ട് കച്ചേരിക്ക് വന്നിരിക്കുന്ന ആളൊന്നുമല്ലല്ലോ ദൈവം. ആണോ? ഭക്തിയാണ്. പിന്നെ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാടുന്നുണ്ടെങ്കിൽ അല്പം സംഗീതമൊക്കെ വേണം, ഇല്ലെങ്കിൽ പാടാൻ പോകരുത് എന്നെപ്പോലെ. മനസ്സിലായില്ലേ? ഇവിടെ ഇരുന്ന് എത്ര കൂടെ വരുന്ന പൗരാണികരിരുന്ന് പാട്ട് പാടിയിട്ട് ഇങ്ങോട്ട് നോക്കിയാലും ഞാനിവിടെ നിന്നാണെങ്കിലും ഞാൻ പറയും ശരിയാ. ചിലരൊക്കെ വന്ന് ചോദിക്കും ആചാര്യനൊരു പാട്ട് പാടിയില്ലല്ലോ. ഞാൻ പറയും പാടുപെടും, നിങ്ങളും പാടുപെടും, ഞാനും പാടുപെടും. കാര്യം എന്താ? അറിയാത്ത അഭ്യാസത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതിനൊക്കെ നല്ല അറിയാവുന്നതൊക്കെ ചെയ്തിട്ട് അങ്ങ് പോകും, അത്രയേ ഉള്ളൂ. എന്ന് വെച്ച് പാടുന്നത് ആ കൂടെ പാടാനോ മറ്റുള്ളവർ കേൾക്കാതെ പാടാൻ, അതുകൊണ്ട് മൈക്ക് ഓഫ് ചെയ്തിട്ടാണ് ഞാനിരുന്ന് പാടുന്നത്. വളരെ ബുദ്ധിപൂർവ്വം മൈക്കങ്ങ് ഓഫ് ചെയ്ത് വെക്കും. അപ്പോൾ ആർക്കും ശല്യമില്ലല്ലോ. ഞാൻ പാടിയെന്ന് വെച്ചാൽ ഞാൻ പാടി. മറ്റൊരാൾ കേൾക്കാൻ വേണ്ടി പാടുമ്പോൾ ചിലപ്പോൾ സംഗീതത്തിനൊക്കെ പ്രാധാന്യം വേണം. ഭഗവാന് നമ്മുടെ സ്വരം ഒരിക്കലും എന്താവില്ല? അരോചകം ആവില്ല. മനസ്സിലായോ? ഭഗവാന് നമ്മുടെ സ്വരത്തെ അല്ല ഭഗവാൻ ഇഷ്ടപ്പെടുന്നതാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ നാവില്ലാത്ത ഒരുത്തൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കില്ലേ? കേൾക്കില്ലേ? സ്വരശുദ്ധിയല്ല ഭഗവാൻ ഇഷ്ടപ്പെടുന്നത്, അല്ല, മനഃശുദ്ധിയാണ്. ആ ബോധത്തിലേക്ക് നമ്മളൊന്ന് എത്തപ്പെടുക. ശരി. അപ്പോൾ തുരീയം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മനസ്സ് ഇല്ലാണ്ടാണ്. അതാണ് നാലാമത്തെ അവസ്ഥ. ഈ അവസ്ഥയെ പ്രാപിക്കുന്നതാണ് ഓംകാരം. അതാണ് ഓംകാരം ചെല്ലുമ്പോൾ എങ്ങനെയാണ്? ആ ഓ മു. അതിനകത്തൊരു ശബ്ദത്തിനൊരു വിന്യാസം പറയും. 15 മാത്ര കൊണ്ട് അകാരം, 15 മാത്ര കൊണ്ട് ഉകാരം, 70 മാത്രയിൽ മകാരം. മു. അതായത് അങ്ങനെ ഓമെന്ന് ഉദ്ദേശിക്കുമ്പോൾ എത്ര നീട്ടിക്കൊണ്ടുപോകും അത്രയും നീട്ടിയ ഓംകാരം. ഓംകാരം മാത്രമായിട്ട് ചെല്ലുമ്പോൾ, ഇപ്പോൾ ഓം നമശിവായ ചെല്ലുമ്പോൾ ഇങ്ങനെ ഓം നമശിവായ അങ്ങനെയല്ല, അത് ഓം നമശിവായ എന്നില്ലിപ്പോൾ. അല്ലാതെ ഓംകാരം മാത്രം ഉച്ചരിക്കുമ്പോൾ ആ ഓ മോ അത് മാത്രം ഒരു മന്ത്രമായി എടുക്കുമ്പോൾ 15 മാത്ര. അതായത് ഇപ്പോൾ 100 എന്നൊരു കണക്കെടുക്കുക. 100 സെക്കൻഡിൽ ആണ് ഒരു ഓംകാരം നമ്മൾ ഉച്ചരിക്കുന്നതെങ്കിൽ 15 സെക്കൻഡ് സമയം കൊണ്ട് എന്തുച്ചരിക്കണം? ആ എന്ന ശബ്ദം. എവിടെ നിന്നാണ് വരുന്നത്? ആ എന്ന ശബ്ദം വയറ്റിൽ നിന്നാണ് വരുന്നത്. നാഭീകമലത്തിൽ നിന്ന് ഉയരുന്നതാണ് അകാരം. മനസ്സിലാകുന്നുണ്ടോ? അത് കഴിഞ്ഞാൽ അടുത്ത ശബ്ദം ഏതാ? ഊ എന്ന ശബ്ദം. അതെവിടെയാണ് ഉയരുന്നത്? ഹൃദയത്തിൻ്റെ ഭാഗത്താണ്, ഇവിടെയാണ്. നിങ്ങൾ കൈ കറക്റ്റ് വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഈ ശബ്ദവിന്യാസം. അത് കഴിഞ്ഞാൽ മകാരം എന്ന 3 ശബ്ദം എവിടെയാണ്? ശിരസിലാണ്. അത് നേർത്തില്ലാണ്ടാവണം. നേർത്ത് പോകുന്നതിന് നാഥമെന്നും അവസാനിക്കുന്നതിന് ബിന്ദു. ഈ നാഥബിന്ദു സാക്ഷാൽ പാർവതീ പരമേശ്വരന്മാരാണ്. മനസ്സിലായില്ലേ? ആ നേർത്ത് അവസാനിക്കുമ്പോൾ ആ ശാന്തതമായൊരവസ്ഥയിലേക്ക് എത്തും. അതിനെയാണ് ആനന്ദം തുരി. ആ സമയത്ത് മനസ്സിലേക്ക് ഒരു ചിന്തയും വരില്ല. അത് മനസ്സവിടെ ലയിക്കില്ല, അല്ലാണ്ടാവും. ആ അവസ്ഥയിലേക്ക് പരിശീലിക്കാനാണ് ഓംകാരം. മനോനിയന്ത്രണത്തിന് ഏറ്റവും നല്ല മന്ത്രം ഓംകാരമാണ്. പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഒരു 10-12 തവണ നല്ലതുപോലെ കുളിച്ചൊക്കെ വന്നിരുന്നിട്ട് നേരെ നിവർന്നിരിക്കുക. ഇരുന്നാൽ അത്രയും നല്ലത്. കസേരയിലിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നട്ടൽ നിവർത്തി ഇരുന്നിട്ട് ഒരു നല്ലതുപോലെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് ദീർഘമായ സമയം കൊണ്ട് ഓംകാരം ഉച്ചരിപ്പിക്കുക എന്നുള്ളതൊന്ന് ശീലിപ്പിക്കുക. ഇത് ദൈവവിശ്വാസത്തിന് വേണ്ടി പറയുന്നതല്ല. അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കും. അവരുടെ ബ്രെയിൻ വളരെയധികം സ്മാർട്ടായിട്ട് മാറും. അവർക്ക് ഏതു കാര്യത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവ് വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അവരിൽ ഒരുപാട് പോസിറ്റീവായ ഏകാഗ്രതയുണ്ടാവും. പഠിക്കുന്ന കാര്യങ്ങൾ തലയിൽ നിൽക്കുന്ന അന്തരീക്ഷമുണ്ടാവും. ഒരുപാട് ഗുണങ്ങളുണ്ടാവും.
ഈശ്വരവിശ്വാസത്തെ നമ്മൾ മാറ്റി വെക്കാം. അത് രണ്ടാമത്തെ പാർട്ട്. ആദ്യത്തെ പാർട്ട് അവരുടെ ലൈഫിൽ സ്ഥിരമാക്കി കഴിഞ്ഞാൽ പഠിക്കുന്നതിന് മുമ്പ് പാഠപുസ്തകം എടുത്ത് പഠിക്കുന്നതിന്, കാരണം എന്താ, മനസ്സിൽ നിന്ന് മറ്റുള്ള എല്ലാ ചിന്തകളെയും ഇത് ഉപേക്ഷിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഫ്രഷ് ആക്കും. നമ്മൾ സാധാരണ പറയില്ലേ, ഒരുപാട് പടം വരച്ചിട്ടിരിക്കുന്ന ബോർഡിനകത്ത് പോയി വരച്ചാൽ തെളിയുമോ? പെട്ടെന്ന് തെളിയും, പക്ഷെ അത് തിരിച്ചറിയില്ല അല്ലേ, പല വരകൾക്കിടയിൽ. പക്ഷേ നേരെ മറിച്ച് പൂർണ്ണമായിട്ട് ഒരു വരയില്ലാത്തടത്ത് പോയി വരച്ചാലോ, അതുപോലെ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ തെളിയും. അപ്പം നമ്മുടെ ഈ പറയുന്ന ആരാധനകളിലെ പലതും നാമജപം അതേണക്കാം. നാമജപം ഈശ്വരൻ്റെ ചൈതന്യം കിട്ടാൻ വേണ്ടി മാത്രമൊന്നുമല്ല. ഇപ്പം നിങ്ങൾ ഭഗവത്ഗീത നമ്മുടെ കുട്ടികളിൽ നിന്ന് പഠിപ്പിച്ച് നോക്കുക. എല്ലാ ദിവസവും ഭഗവത്ഗീതയിലെ ഒരു 10-20 ശ്ലോകം അതിൻ്റെ സ്വരവിന്യാസം അനുസരിച്ച് നിങ്ങളെ കുട്ടികൾ ചെല്ലുന്നുണ്ടെങ്കിൽ അവൻ്റെ ആയുസ് വർദ്ധിക്കും, ആരോഗ്യം വർദ്ധിക്കും, അവൻ്റെ ബുദ്ധിയും വർദ്ധിക്കും, അവൻ്റെ ബോധം വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്താ കാരണം എന്ന് വെച്ചാൽ സംസ്കൃത ഭാഷാവിന്യാസത്തിൻ്റെ സ്വരത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ ബ്രെയിനെ ഉത്തേജിപ്പിക്കാനും സ്പന്ദിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. അതിനോടൊപ്പം തന്നെ സംഗീതാത്മകമായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ ഒരു പോസിറ്റീവും കൂടെ ഉണ്ട്. അവരുടെ പ്രാണൻ്റെ സംവേദനം പ്രാണായാമം ചെയ്യുന്നതിന് തുല്യം. യോഗയിലൊക്കെ പ്രാണായാമം എന്നൊക്കെ പറയില്ലേ, അത് ചെയ്യുന്നതിന് തുല്യമായി മാറും സ്വരവിന്യാസം കൊണ്ട്. അതാണ് ഇന്നലെ പറഞ്ഞല്ലോ ഇടയ്ക്ക് വെച്ച്, സംഗീതം കൊണ്ട് രോഗം മാറുമെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. സ്വരവിന്യാസം കൊണ്ട് മാറ്റാൻ സാധിക്കും. മാനസികമായ വിഷാദ രോഗത്തെ അകറ്റാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ നേരിടപ്പെടുന്ന ടെൻഷനാണ്. പണ്ട് മുതിർന്നവർക്കായിരുന്നു ടെൻഷൻ അല്ലേ? ഏറ്റവും കൂടുതൽ ടെൻഷൻ ആർക്കാ? കുട്ടികൾക്കാണ്. കുട്ടികൾക്കും ടെൻഷനാണ്. അച്ഛനും അമ്മയും പറഞ്ഞ് പേടിപ്പിക്കുകടാ, നിൻ്റെ കാലമൊക്കെ ആകുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ പഠിച്ചാൽ നീ അനുഭവിക്കൂടാ. ആരോടാ പറയുന്നത്? 1-ാം ക്ലാസ്സുകാരനോടാ പറയണേ. ഓൻ പഠിച്ചത് മടിയാ, പോയി ചിലരെ കളിക്കടാന്നല്ല പറയുന്നത്. ആദ്യം അവൻ കളിക്കട്ടെ, കളിക്കേണ്ട പ്രായങ്ങളിൽ കളിക്കട്ടെ. കളിച്ചിട്ട് വന്നിരുന്ന് പഠിക്കുന്നവൻ്റെ തലയിൽ കയറും. നമ്മൾ പഠിച്ചിട്ട് കളിക്കുന്നവന് കളിയുമില്ല പഠിത്തവും ഇല്ല, രണ്ടും നഷ്ടപ്പെടും. കളിക്കുമ്പോൾ എന്താ, ഓടിച്ചാടി കളിക്കുമ്പോൾ അവൻ്റെ ശരീര ചലനങ്ങളൊന്ന് കൃത്യം, എന്ന് വെച്ചാൽ അമിതമായി ആവണമെന്നല്ല പറഞ്ഞത്. നമ്മൾ അനുവദിച്ചു കൊടുക്കുക സമയം. അനുവദിക്കാതിരിക്കുമ്പോഴാണ് അല്ലേ അവർക്ക് മാനസികമായി അതിനോട് എതിർപ്പും വരും, പഠിക്കുന്നതിനോടൊട്ട് താല്പര്യവും വരില്ല. ഇത്ര മണി വരെ കളിക്കും മക്കളെ, കളിച്ചിട്ട് വന്നിരുന്ന് പഠിച്ചാൽ മതി കേട്ടോ, കളിക്കാതെ പഠിക്കണ്ട, പോയി കളിച്ചോ എന്നൊന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു വിടുകയാണെങ്കിലോ ആ കുഞ്ഞിന് അമ്മയോട് എന്തൊരു സ്നേഹമായിരിക്കും. അപ്പം കളി കഴിഞ്ഞാൽ വന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യും, വന്നിരുന്ന് അവൻ പഠിക്കും. എന്ന് വെച്ചാൽ കളിക്കേണ്ട ഒരു പ്രായമുണ്ട്, മനസ്സിലാക്കേണ്ട ഒരു പ്രായം, ഇതൊക്കെ ഉണ്ട്. കളിക്കുമ്പോൾ ഓടി ചാടി വിയർത്ത് അതിനോടൊപ്പം തന്നെ ആ ശരീരത്തിൻ്റെ രക്തചംക്രമണങ്ങളെല്ലാം കൃത്യമാവില്ലേ, നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും, ആരോഗ്യമുണ്ട്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. നല്ല രക്തത്തിൻ്റെ പ്രവാഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തലച്ചോറൊക്കെ നല്ല രീതിയിൽ പ്രവർത്തനക്ഷമമാവത്തുള്ളൂ. നല്ല നാഡീഞരമ്പുകളൊക്കെ ഉണ്ടാവും. ഇല്ലാതെ നമ്മൾ കുത്തിയിരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറേ കഴിയുമ്പോൾ രോഗമായി, ദുഃഖമായി. ഇതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? രോഗപ്രതിരോധ ശേഷിയുള്ള കുട്ടികളിന്നില്ല. ഉണ്ടോ? നമ്മളൊക്കെ ഒരു മഴയത്തൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴേ തുമ്മലടിച്ച് പനിയടിച്ച് ജലദോഷം അടിച്ച് അകത്ത് കയറും. നിങ്ങളീ കണ്ടിട്ടുണ്ട് ഈ റോഡുകളിലൊക്കെ പണിക്കൊക്കെ പോകുന്ന ചില ആൾക്കാർ, ഈ മറ്റ് രാജ്യത്തു നിന്നൊക്കെ സംസ്ഥാനത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ. നമ്മുടെ കൊല്ലത്തൊക്കെ ഒരു ആശ്രാമം എന്നൊരു മൈതാനമുണ്ട്. ചിലപ്പോൾ ഒക്കെ അവിടെ ഈ പ്ലാസ്റ്റിക് ടാറപ്പ കൊണ്ട് ടെൻഡടിച്ച് വെറും മണ്ണിൽ ചാക്ക് വിരിച്ചൊക്കെ കിടന്ന് ഉറങ്ങുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടാണ് വരുന്നത്. നമുക്ക് വിഷമം തോന്നും. രാവിലെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇല്ല പറഞ്ഞ ഗുരുവായൂരപ്പം ഇട്ടേക്കുന്നതൊക്കെ ഒരു ചെറിയ ലെങ്കോട്ടി പോലൊരു സാധനം മാത്രമാണ് ആ കൊച്ചുങ്ങളാലും പെങ്കൊച്ചുങ്ങളായി ഇട്ടുകൊണ്ട് ആ ചെളിയിലും മണ്ണിലും കല്ലിലും വെയിലത്തും ഒക്കെ എടുത്ത് കൊടുത്തത്. ഒരസുഖവും യുദ്ധങ്ങൾക്ക് വരാറില്ലെന്നേ. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, കുറച്ചൊക്കെ ശരി. നമ്മുടെ വിഷയം അതല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇതൊക്കെ ആയതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. അപ്പോൾ ആ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഓംകാരത്തിൻ്റെ ഇപ്പം മനസ്സിൻ്റെ ആ ഒരു ഭാവത്തെ അവിടെ എടുക്കാം. ഇനി ഈ മനസ്സ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രഹേളികയാണ്, വലിയൊരു മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് പണ്ടൊരു കവിതയിൽ ഒരു ആധ്യാത്മികമായിട്ടൊരു കവിതയിൽ എഴുതി വച്ചിട്ടുണ്ട്, മനസ്സിലാവില്ല ഒരിക്കലും തൻ മനസ്സ് മാറായെങ്കിൽ മനസ്സുമായി എന്നുറച്ചു കണ്ടാൽ മനസ്സ് മാറിയിടും, മനസ്സിനുള്ളിൽ തമസ്സു തെങ്ങി മനസ്സ് മൂടുമ്പോൾ മനസ്സിലാക്കാം മനസ്സിലൊന്നും മനസ്സിലായില്ല. ഇപ്പോഴും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലേ? എനിക്കും ഇതുവരെയൊന്നും മനസ്സിലായില്ല. ഞാനിത് പഠിച്ചിങ്ങനെ കൊണ്ടുവന്ന് ചെല്ലുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സ് എപ്പോഴും ഈ പ്രാതിഭാസികമായ സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമാണ്. കാര്യം നമ്മൾ പറയില്ലേ മനസ്സുകൊണ്ട് അവൻ ചെയ്യുന്നത്, മനസ്സിലായെന്ന് വെച്ചാൽ മനസ്സിലായെന്നൊക്കെ പറയുന്നുണ്ട്. അത് പ്രാതിഭാസികമാണ്. പ്രാതിഭാസിക സത്യത്തിന് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു എന്താ, പ്രാതിഭാസികം എന്ന സത്യം ശാശ്വതമല്ല.
പക്ഷേ അനുഭവിക്കുമ്പോൾ ഉണ്ടെന്ന് തോന്നുകയും അനുഭവിക്കാത്തപ്പോൾ ഇല്ല എന്നറിയുകയും ചെയ്യുന്നതിനാണ് പ്രാതിഭാസികം. ഇപ്പോൾ ഈ വിളക്ക് ഇവിടെ ഇരിക്കുമ്പോൾ വിളക്കുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളെന്ത് പറയും? വിളക്കുണ്ട്. എന്താ കാര്യം? അനുഭവിക്കുന്നു അല്ലേ? ശരിയല്ലേ? ഇവിടുത്തെ പ്രസിഡന്റ് അദ്ദേഹം വന്ന് ഈ വിളക്ക് ഇവിടുന്ന് അങ്ങ് എടുത്തുകൊണ്ട് പോയി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുക വിളക്കുണ്ടോ? നിങ്ങളെന്ത് പറയും? വിളക്കില്ല എന്ന് പറയും. എന്താ കാരണം? അനുഭവിക്കുന്നില്ല. ഇതാണ് പ്രാതിഭാസികം. അപ്പോൾ സത്യമായിട്ട് അനുഭവിക്കുന്നത് ഉള്ള സമയത്ത് അനുഭവിക്കുക, ഇല്ലാത്ത സമയത്ത് അതുകൊണ്ടാണ് നിങ്ങൾ ഉണർന്നിരിക്കുകയോ നിങ്ങൾ അനുഭവിക്കുന്നു, സ്വപ്നം കാണുമ്പോഴും മനസ്സിനെ അനുഭവിക്കുന്നു. ഉറക്കത്തിൽ അനുഭവിക്കുന്നുണ്ടോ? പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അനുഭവിക്കുന്നില്ല. അപ്പോൾ ഇതൊരു പ്രാതിഭാസികമാണ്. എന്താ പ്രാതിഭാസികം എന്ന് പറഞ്ഞാൽ ഒന്നിനെ ആശ്രയിച്ചുള്ളതും ആശ്രയിക്കുന്ന വസ്തു എപ്പോൾ ഇല്ലാണ്ടാവുന്നു അതോടുകൂടി ഇതും ഇല്ലാണ്ടായി ഇല്ലേ? ഇപ്പം നിങ്ങൾ വെയിലത്തോട്ട് ഇറങ്ങി നിന്നാൽ നിങ്ങൾക്ക് നിഴലടിക്കില്ലേ അവിടെ? ഇല്ലേ? നിങ്ങൾ ഇതിനകത്തിരിക്കുമ്പോൾ അത്രയും നിഴലുണ്ടോ? ഇല്ല. വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ നിഴലടിച്ചു. നിങ്ങൾ എന്ത് പറയും? ഇത് എൻ്റെ നിഴലാണെന്ന് പറയും. ഈ നിഴൽ എന്തിനെ ആശ്രയിച്ചിട്ടുണ്ടായതാ? വെയിലിനെ, പ്രകാശത്തെ അല്ലേ? ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്. ഇപ്പം വെയിൽ വേണമെന്നില്ല, ഇപ്പോൾ ഇതിൻ്റെ നല്ല വെട്ടം ഇങ്ങനെ സൈഡിൽ വന്നാലും അപ്പുറത്ത് ഉണ്ടാവും. അപ്പോൾ പ്രകാശത്തെ ആശ്രയിച്ച് നിഴലുണ്ടായി. നിങ്ങൾ പറയുകയാണ് ഇത് എൻ്റെ നിഴലാണ്, പറയില്ലേ? നിങ്ങൾ കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുക, നിങ്ങളുടെ നിഴൽ ഇങ്ങനെ റോഡിലോട്ട് കിടക്കുക, പെട്ടെന്നൊരു സൂപ്പർ ഫാസ്റ്റ് വന്ന് നിങ്ങളുടെ നിഴലിൻ്റെ തലയിൽ കൂടെ കയറിപ്പോയി. അയ്യോ എൻ്റെ തലയ്ക്ക് ഇടിച്ചെന്ന് പറഞ്ഞ് നിലവിളിക്കുമോ? വിളിക്കുമോ? വിളിക്കില്ല. പക്ഷേ നിങ്ങളുടെ സ്വന്തം തലയിൽ ആരെങ്കിലും നിങ്ങൾ ഇതെൻ്റെ തലയാ, ഇതെൻ്റെ കയ്യാ, ഇതെൻ്റെ കാലാന്ന് പറഞ്ഞ് അതിനകത്ത് ഏതെങ്കിലും ആരെങ്കിലും ചവിട്ടിയോ ഇടിക്കുകയോ ചെയ്താലോ നിലവിളിക്കില്ലേ? നിലവിളിക്കും. അപ്പം എൻ്റെ നിഴലാണെന്ന് പറഞ്ഞതിനകത്ത് എന്താ നിങ്ങൾക്ക് വേദന വരാഞ്ഞത്? എൻ്റെ കൈയാണെന്ന് പറഞ്ഞതും എൻ്റെ നിഴലാണെന്ന് പറഞ്ഞ് രണ്ടും ഒരുപോലെയല്ലേ? എൻ്റേതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനകത്ത് എന്താ വേദന വരാഞ്ഞത്? എന്താ? യഥാർത്ഥ വസ്തുവല്ല, ഒന്നിനെ ആശ്രയിച്ചു മാത്രം അന്നേരം ഉള്ളതാ. അത് കഴിഞ്ഞാൽ പോയി. കയ്യോ കാലോ അങ്ങനെയാണോ? ആണോ? ഒന്നിനെ ആശ്രയിച്ച് അന്നേരത്തേക്ക് മാത്രമുള്ളതാണോ? നമ്മുടെ ഈ ജന്മകാലം മുഴുവനുണ്ട് കൂടെ. മറ്റേത് വെയിൽ പോയി കഴിഞ്ഞാൽ നിഴല് പോയി അല്ലേ? ശരിയല്ലേ? നിങ്ങൾ രാവിലെ പോയി നിൽക്കുമ്പോൾ നിങ്ങൾ കിഴക്കുന്ന വെയിൽ വരുമ്പോൾ നിങ്ങളുടെ പടിഞ്ഞാറോട്ട് കിടക്കുന്ന നിഴലിന് ഏതാണ്ട് 16 അടി നീളമുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് 16 അടി നീളമുണ്ടെന്നാണോ? അല്ല. രാത്രി നട്ടുച്ചയാകുമ്പോൾ നിങ്ങളുടെ നിഴൽ ചിലപ്പോൾ 2.5 അടിയായിട്ട് ചുരുങ്ങും. കാര്യം എന്താ? സൂര്യൻ നേരെ മേലെ വരുമ്പോൾ. അപ്പം നിങ്ങളെന്തോ ചെറുതായോ? അപ്പോൾ അത് ആശ്രയിക്കുന്ന വസ്തുവിനെ അനുസരിച്ച് രൂപമാറ്റം ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്തിനെ ആശ്രയിച്ചാണ് മനസ്സുണ്ടാവുന്നത്? ചിന്തകളെ ആശ്രയിച്ച്. മനസ്സിലാവുന്നുണ്ടോ? ചിന്തകളെ ആശ്രയിച്ച് മനസ്സുണ്ടാവും. ചിന്തകളുടെ വലിപ്പവും ചിന്തകളെ നമ്മളെ സ്വാധീനിക്കുന്നതിൻ്റെ കഴിവും അനുസരിച്ച് നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനം വ്യത്യസ്തമായിരിക്കും അല്ലേ? മനസ്സ് ആനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സ് ആനയുടെ വലിപ്പത്തിലാവും. മനസ്സ് ഉറുമ്പിനെക്കുറിച്ച് ചിന്തിച്ചാൽ എന്താവും? ഉറുമ്പിനോളാവും. മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഏത് രൂപത്തിലും ഏത് വലിപ്പത്തിലും എത്താൻ സാധിക്കും. മനസ്സ് വേറെ ഏതെങ്കിലും സ്ഥലത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങളിവിടെ ഇരുന്നാലും മതി, നിങ്ങളെ മനസ്സ് എവിടെ എത്തും? അവിടെ എത്തും. അപ്പോൾ ഇത്തരത്തിലുള്ള മനസ്സിൻ്റെ വ്യവഹാരങ്ങളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ മനോനിയന്ത്രണത്തിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്, ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ഈ മനസ്സിനെ കടക്കണം, അല്ലെങ്കിൽ ഈ മനസ്സിലുണ്ടാകുന്ന ഈ വികാരങ്ങളിലൂടെ നമ്മളായിട്ട് കറക്കിക്കൊണ്ടിരിക്കും. മനസ്സിനി ഈ പറഞ്ഞ അവസ്ഥകൾ 3 പറഞ്ഞതെങ്കിലും മനസ്സിന് 5 തരത്തിലുള്ള ക്ലേശങ്ങളുണ്ട്, പ്രവർത്തികളുണ്ട്. ഏതൊക്കെയാണ് മനസ്സിൻ്റെ 5 തരത്തിലുള്ള പ്രവർത്തികൾ? എന്താ മനസ്സിൻ്റെ 5 തരത്തിലുള്ള പ്രവർത്തികൾ ഏതൊക്കെയാ? ഞങ്ങളൊന്നും ആ ക്ലാസ്സിൽ പോയിട്ടേ ഇല്ല. മനസ്സിലായോ എന്ന് വയ്ക്കുമ്പോൾ പാവ കുലുക്കുന്നുണ്ട്, കുലുക്കുമല്ലോ. അപ്പം നമുക്കൊക്കെ അത് ഉള്ളത് കൊണ്ടല്ലേ കുലുക്കണം. അപ്പോൾ ഉള്ളത് കൊണ്ട് കുലുക്കുമ്പോൾ ഉള്ളതിനെ അങ്ങ് പറ. അഞ്ച് തരത്തിലുള്ള ഭാഗമുണ്ട്. ഒന്ന് പ്രത്യക്ഷം, രണ്ടാമത്തത് വിപര്യായം, മൂന്നാമത്തത് വികൽപ്പം, നിദ്ര, സ്മൃതി. ഇതിനെ യോഗശാസ്ത്രത്തിൽ പറയും പഞ്ചക്ലേശം. 5 ദുഃഖം. ദുഃഖത്തേക്ക് തരുന്നത് മനസ്സാണ്. മനസ്സിലായില്ലേ? ദുഃഖിപ്പിക്കുന്നത് സുഖിപ്പിക്കുന്നത് മനസ്സാണ്. നമ്മളെന്തെങ്കിലും മോഹിപ്പിക്കുന്ന ആരാ? മനസ്സാണ്. അത് കിട്ടാതെ വരുമ്പോൾ അയ്യടാ പോയടാ കിട്ടിയില്ല, വിഷമമായി. ആരാ തന്നത്?
മനസ്സാ. നിങ്ങളൊരു നല്ല ഒരു ജ്യൂസ് കൈ കിട്ടി കുടിച്ചു, അത് തന്നതാരാ? മനസ്സാ. അതിൻ്റെ ആനന്ദം തന്നത് മനസ്സാ. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഒരു ജ്യൂസും കിട്ടണം, നല്ല വെയിലത്ത് വരുമ്പോൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം കിട്ടിയാലും സുഖം കിട്ടും, അതാരാ തന്നെ? മനസ്സാ. മനസ്സാണ് സുഖത്തെയും ദുഃഖത്തെയൊക്കെ പ്രധാനം. അതുകൊണ്ടാണ് സുഖദുഃഖ സമീ എന്ന് പറയുന്നത്. സുഖത്തിനെയും ദുഃഖത്തെയും സമഭാവത്തിൽ കാണാൻ ഭക്തൻ പഠിക്കണം. കാര്യം എന്താ? മനസ്സിനെ അടിമപ്പെടരുത്. മനസ്സ് പറയും ബാടാ നമുക്ക് അങ്ങോട്ട് പോടാ, സുഖം അതാടാന്ന് പറയും. ചിലർ യജ്ഞത്തിന് വരാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോഴേക്കും മനസ്സ് പറയണ ബാടാ ഇവിടെ പോണ്ടാ, നമുക്ക് സിനിമയ്ക്ക് പോടാ, സുഖം അതാടാ. അപ്പോൾ അത് കേട്ട് മനസ്സിന് തോന്നിയാൽ അങ്ങോട്ട് പോകും. അപ്പം മനസ്സിനെ സമാഭാവത്തിൽ കാണണം. അതുകൊണ്ടാണ് സുഖദുഃഖങ്ങളിൽ ഒരിക്കലും ഭക്തൻ ഇടറാറില്ല. ശീതമുക്ഷ്ണം ഭയം രതി സമൃദ്ധി രസമിദ്രവ്യ സവൈ പണ്ഡിത ഉച്ചതേ. ആരാണേ പണ്ഡിതനെന്ന് വിളിക്കുന്നത്? അറിവുള്ളവനെന്ന് ആരെയാണോ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ശീതമുഷ്ണം ഭയം രതി. തണുപ്പായിക്കോട്ടെ, ചൂടായിക്കോട്ടെ, രാത്രി ആയിക്കോട്ടെ, പകലായിക്കൊള്ളട്ടെ. മനസ്സിലാവുന്നുണ്ടോ? നിന്ദിക്കലായിക്കോട്ടെ, സുഖയ്ക്ക് വാഴ്ത്തലായിക്കോട്ടെ, മധുരമുള്ളതായിക്കോട്ടെ, കയർപ്പുള്ളതായിക്കോട്ടെ, ഇതിനെയെല്ലാം ഒരേ ഭാവത്തിൽ കണ്ടുകൊണ്ട് ആര് കടന്നു പോകുന്നോ അവനെ അറിവുള്ളവനെന്ന് വിളിക്കാം. അത് കണ്ട അടിമപ്പെട്ടാലോ അവൻ തകർന്നു. നമ്മൾ ഈ ചെറിയ ചെറിയതിനെ സുഖമായിട്ടും ചിലതിനെ ദുഃഖമായും കാണുമ്പോഴല്ലേ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്, അല്ലേ? അതിനെ കടക്കുക. നമ്മൾ തന്നെയാണ് നമ്മുടെ ദുഃഖത്തിൻ്റെയും കാരണക്കാരൻ, നമ്മൾ തന്നെയാണ് നമ്മുടെ സുഖത്തിൻ്റെയും കാരണക്കാരൻ. നമ്മളതിനെ കടന്നാൽ നമ്മുടെ ജീവിതം ആനന്ദപ്രദമാവും. ജീവിതം ആനന്ദപ്രദമാക്കാനുള്ള താക്കോല് നമ്മുടെ കയ്യിൽ തന്നെയുള്ളത്. പക്ഷെ ഞാനത് തുറക്കില്ല എന്ന് വെച്ചിട്ട് നമ്മളിരുന്ന് കരഞ്ഞാൽ എന്ത് ചെയ്യും? പത്തായം നിറയെ അരിയുണ്ട്, വീട്ടിൽ കലവുമുണ്ട്, വെള്ളവുമുണ്ട്, അടുപ്പുമുണ്ട്, വിറവുമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വീട്ടിൽ പട്ടിണിയാന്ന് പറയുന്നെങ്കിൽ എന്താ കാര്യം? അയലത്തുകാർ കാരണമാണോ? കയ്യിലുള്ളതിനെ ഉപയോഗിക്കാൻ പഠിക്കണം. നമ്മുടെ മനഃശാന്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആനന്ദം. കാരണം എന്താ? ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടോ? ആനന്ദം നമ്മുടെ ഉള്ളിലുണ്ട്. ആത്മാവിൻ്റെ സ്വരൂപം എന്താ? ആനന്ദമാണ്. അതിനെ അനുഭവിക്കുക എന്നുള്ളതാണ്, അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മളിടയ്ക്ക് കസ്തൂരിമാൻ്റെ കഥ പറഞ്ഞില്ലേ? കസ്തൂരി എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാതെ മണപ്പിച്ച് നടക്കും. അതുപോലെയാണ് നമ്മളിപ്പോൾ. നമുക്ക് കിട്ടുന്ന വസ്തുവിലല്ല ആനന്ദ സുഖം. നമ്മൾ വിചാരിക്കും കിട്ടുന്ന, അതുകൊണ്ടാണ് നമ്മൾ കിട്ടുന്ന വസ്തുവിലാണ് സുഖമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പണത്തിൻ്റെ പുറകിലും ഭയങ്കര സമ്പത്തിൻ്റെ പുറകിലും ഓടുന്നത്. എന്ന് വെച്ചാൽ അതൊന്നും വേണ്ടെന്നുള്ള, അതൊക്കെ വേണം. എല്ലാവർക്കും ഒരു ഭാവമുണ്ട്. അത് കിട്ടിയത് കൊണ്ട് ആനന്ദം കിട്ടുമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ എല്ലാ സമയത്തും ആനന്ദത്തിൽ ഇരിക്കുന്ന ആളാണോ? നമ്മളെക്കാൾ ടെൻഷൻ അയാൾക്കല്ലേ? കള്ളം കൊണ്ടുപോവോ, ബിസിനസ് ചെയ്യുമ്പോൾ കുറഞ്ഞു പോവോ? ശരിയല്ലേ? ഇൻകം ടാക്സുകാരെ കയറുമോ, ED കയറുമോ എന്നൊക്കെ ദുഃഖം വരുന്ന ആർക്കാ? കൂടുതലുള്ളതും ദുഃഖമാണ്. അതുകൊണ്ടാണ് പണ്ടത്തെ മനഃശാന്തിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച നമ്മുടെയൊക്കെ പൂർവമായ ആചാര്യന്മാർ കാട്ടിത്തന്നെ എന്താ? എല്ലാം ഉപേക്ഷിക്കുക, ത്യജിക്കുക, കളയുക. എന്തൊക്കെയാണോ നമ്മളെ മോഹിപ്പിക്കുന്നത്, എന്തൊക്കെയാണോ ബാഹ്യമായി സുഖമാണെന്ന് വിചാരിക്കുകയും ദുഃഖത്തെ പ്രദാനം ചെയ്യുന്ന അതിനെയൊക്കെ ഉപേക്ഷിക്കുക. അതിനല്ലേ സിദ്ധാർത്ഥൻ എല്ലാം കളഞ്ഞിട്ട് ബുദ്ധനായി മാറിയത്? എല്ലാം കൈപിടിച്ച രാജാവായി സിദ്ധാർത്ഥനെ നമ്മൾ അറിഞ്ഞിരുന്നോ? അറിഞ്ഞില്ല. എല്ലാം ഉപേക്ഷിച്ച ബുദ്ധനെ നമ്മൾ ആരാധിക്കുന്നില്ലേ? ഇല്ലേ? നമ്മൾ ഭാഗവതത്തിൽ കണ്ടു, എല്ലാം ഉണ്ടായിരുന്ന ഭരതൻ എല്ലാം കളഞ്ഞിട്ടല്ലേ ഭഗവാന്റെ നാമം ജപിച്ചു പോയത്? ഋഷഭൻ അങ്ങനെയല്ലേ പോയത്? രന്തിദേവൻ അങ്ങനെയല്ലേ പോയത്? ഗഡ്വാങ്കൻ അങ്ങനെയല്ലേ പോയത്? അവരെയൊക്കെ നമ്മൾ ഓർക്കുന്നില്ലേ? ഇല്ലേ? ശങ്കരാചാര്യർ നമ്മുടെ മാമനോ ചിറ്റപ്പനോ കൊച്ചച്ചനോ വല്ലതും ആണോ? നമ്മുടെ മാമനെയും ചിറ്റപ്പനെയും കൊച്ചച്ചനെ വരെ നമ്മൾ മറക്കുന്നു. ശങ്കരാചാര്യരെ നമ്മൾ മറക്കാറുണ്ടോ? ഇപ്പം നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ അച്ഛനെ നമുക്കറിയാവോ? അറിയാവോന്ന് വെച്ചാൽ പേരറിയാവോ? അറിയാം. നമ്മുടെ അച്ഛൻ്റെ അച്ഛനെ അറിയാവോ? അതായത് നമ്മുടെ അപ്പൂപ്പനെ അറിയാവോ? അറിയില്ല. അവർ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ ജീവിച്ചേ? അവരെ മറന്നുപോയി. പക്ഷേ എന്താ നമ്മൾ ശങ്കരാചാര്യരെ മറക്കാത്ത? വ്യത്യാസം മനസ്സിലായോ? നമ്മുടെ അപ്പൂപ്പൻ്റെ ഫോട്ടോ വീട്ടിൽ ഇരിക്കുമ്പോൾ മക്കൾ ചോദിക്കും, ഇത് ആരടാ ഈ കപ്പട മീശക്കാരൻ, ഉണ്ട കണ്ണുമൊക്കെ ഇട്ടിരിക്കുന്നു, മരമാക്രി കണക്കിരിക്കുന്നത്, എടുത്ത് കളയെന്ന് പറഞ്ഞാൽ അവരെടുത്ത് കളയും. കാര്യം അവർ പറയുന്നത് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു. അവർ പറഞ്ഞത് നമ്മളൊക്കെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന നമ്മുടെയൊക്കെ സ്ഥാനം മക്കളുടെ മക്കൾ വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവർ നോക്കുമ്പോൾ ഉണ്ട കണ്ണി കണ്ടില്ലേ, മൂക്ക് ചപ്പി ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരെടുത്ത് കളയും. ഇത്രയും നല്ല വീട്ടിലാണോ ഇത്രയും വൃത്തികെട്ടൊരു ഫോട്ടോ വെക്കുന്നത്? നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അല്ലേ മക്കൾക്കും മക്കൾക്കും വേണ്ടി വാങ്ങി വെച്ച് കൂട്ടിക്കൊടുത്ത ഭൂമി അവർ താമസിച്ചിട്ടാണ് അവർ പറയുന്നത് ഈ നല്ല വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഈ വീട്ടിലാണോ
ഇത്രയും ചപ്പിയ മൂക്കോട് കൂടി ഓട്ടക്കണ്ണുള്ള ചിത്രം ഇരിക്കുന്നത്, അയ്യേ ഇത് കൊള്ളത്തില്ല, അതെടുത്ത് കളഞ്ഞിട്ട് ആ കാലത്തെ സിനിമാടിയുടെ ചിത്രം മേടിച്ചു വെക്കും. നമ്മുടെ സ്നേഹത്തിൻ്റെ വില എവിടെയായി? അത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ സങ്കല്പിക്കുക, ഇതിനങ്ങ് അപ്പുറം ആഴവും പരപ്പൂലാതെ നമ്മളിങ്ങനെ ബന്ധുത്വം പറഞ്ഞു മുറുക്കി ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇതൊക്കെ പൊട്ടുമ്പം ദുഃഖം വരുന്നത്. ശങ്കരാചാര്യ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോയല്ലേ? ഉപേക്ഷിച്ചിട്ട് പോയി. വിവേകാനന്ദനെ അപ്പോൾ ഇത് കണക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നേടിവെക്കുന്നതിലല്ല സന്തോഷം. എന്തൊക്കെ നേടി എന്നുള്ളതിനേക്കാൾ ഉപരി, മനസ്സിലാവുന്നുണ്ടോ, അവനവൻ്റെ ഉള്ളിലുള്ള ആനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് നമ്മുടെ മനസ്സ് പരിവർത്തനം ചെയ്യപ്പെടണം. ഇതുണ്ടായില്ലെങ്കിൽ നമ്മളിനി എത്ര യജ്ഞം കേട്ടാലും നമ്മുടെ മനസ്സിന് ശാന്തി ഉണ്ടാവില്ല. എത്ര കഥ കേട്ടാലും ഉണ്ടാവുമോ? അതുകൊണ്ടാണ് നമ്മൾ നമ്മളെക്കുറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളിന്ന് ഇറങ്ങിയത്. ഇന്ന് 5-ാമത്തെ ദിവസമാണല്ലേ. 5-നൊരു പ്രത്യേകതയുണ്ട്. എന്താ? അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഈ വിഷയം തന്നെ കൈകാര്യം ചെയ്തത്. എന്താ 5-ൻ്റെ പ്രത്യേകത? ഭാഗവത കഥകൾ മുഴുവൻ പറഞ്ഞ് പഠിപ്പിച്ച് തീർക്കാൻ ഒരു യജ്ഞം കൊണ്ടൊന്നും പറ്റില്ല. പക്ഷേ ഭാഗവത കഥകളിലൂടെ മുഴുവൻ അറിയേണ്ടതിൻ്റെ വഴികളെക്കുറിച്ച് ചിട്ടപ്പെടുത്താൻ നമുക്ക് കുറച്ച് സമയം കൊണ്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നിങ്ങൾ ഈ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്വയം തന്നെ വായിച്ചാൽ ഇതിൻ്റെ ആന്തരികമായ അർത്ഥം മനസ്സിലാവും. നിങ്ങൾക്ക് എത്ര കട്ടിയുള്ള വാക്ക് പഠിപ്പിക്കാനും ഏറ്റവും ആദ്യത്തെ മാർഗം എന്താ? എത്ര കട്ടിയുള്ള പദങ്ങളെ പഠിപ്പിക്കാൻ ആദ്യത്തെ മാർഗം എന്താ? വിദ്യാഭ്യാസത്തിൽ അക്ഷരം പഠിപ്പിക്കുക, പിന്നെ അക്ഷരങ്ങൾ കൂടിച്ചേരുന്നതിനെ പഠിപ്പിക്കുക. അല്ലേ? ആദ്യം സ്വരാക്ഷരം പഠിപ്പിക്കും, പിന്നെ വ്യഞ്ജനം പഠിപ്പിക്കും, പിന്നെ സ്വരവ്യഞ്ജന സമ്മിശ്രം പഠിപ്പിക്കും, പിന്നെ ഉച്ചാരണം പഠിപ്പിക്കും. ശരിയല്ലേ? ആണോ? അത് കഴിഞ്ഞാൽ അത് ഇത്രയും കറക്റ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പദവും നിങ്ങൾ സ്വയം പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ലേ? പറ്റുമോ പറ്റത്തില്ലയോ? അതോ 1-ാം ക്ലാസ്സിൽ ചെല്ലുന്ന കുട്ടിയെടുത്ത് തന്നെ ആദ്യം വന്നിരുന്ന അക്ഷരം പഠിപ്പിക്കാതെ ധൃതരാഷ്ട്രൻ, ഘടോത്കചൻ, ഹിഡുംബൻ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ വാക്കുകളായിട്ട് എഴുതി പഠിപ്പിക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും എന്ത് ചെയ്യില്ല? അവന് വാക്ക് കൂട്ടിച്ചേർക്കാൻ സ്വയം പഠിക്കാൻ പറ്റില്ല. അവൻ ഈ പഠിച്ച വാക്ക് എവിടെ കണ്ടാലും അവൻ തിരിച്ചറിയും. മനസ്സിലാവുന്നുണ്ടോ? അത് കണ്ട ധൃതരാഷ്ട്രൻ, ഇത് കണ്ട ഘടോത്കചൻ എന്നറിയും. പക്ഷേ അക്ഷരം കൃത്യമായി പഠിപ്പിച്ചാൽ അവന് ഘടോത്കചൻ എന്ന് വായിച്ചവൻ ധൃതരാഷ്ട്രൻ എന്നൊരു വാക്ക് ആരും പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അവനത് കണ്ടാൽ അവന് അക്ഷരം ചേർത്ത് രാ ഇഷ് ഇട്ടൻ എന്നൊക്കെ പറഞ്ഞ് അവൻ വായിക്കും. ഇല്ലേ? ചെറുതായി തെറ്റിയാലും പിന്നെ വായിച്ചു തരും. അതുപോലെ ഭാഗവതം എപ്പോഴും സ്വയം കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് സ്വയം അർത്ഥം ഗ്രഹിക്കാൻ പറ്റും. എപ്പോഴാ? പഠിക്കേണ്ട ബേസിലൂടെ പഠിക്കണം. പഠിക്കേണ്ടതിനെ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ പഠിക്കേണ്ടതൊക്കെ മനസ്സിലാവും. അല്ലേ? ശരിയല്ലേ? അതുകൊണ്ടാണ് നമ്മളിന്ന് 5-ാമത്തെ ദിവസം ഈ ഒരു വിഷയം മനസ്സിനെ കയറി പിടിച്ചത്. എന്താ കാരണം? മനസ്സിനൊരു പഞ്ചക്ലേശമുണ്ട്. മുമ്പേ പറഞ്ഞില്ലേ? മനസ്സിന് പഞ്ചസ്വരൂപമുണ്ട്. ഇനി നമ്മുടെ ഈ ശരീരത്തിന് ഒരു പഞ്ചസ്വരൂപമുണ്ട്. എന്താ പഞ്ചസ്വരൂപം? മനസ്സിൻ്റെ പഞ്ചസ്വരൂപം എന്താ? ചോദ്യം കേട്ട് നിങ്ങളും വെള്ളം കൂടി ഞാനും കുടിക്കാം. മനസ്സിൻ്റെ പഞ്ചസ്വരൂപം എന്താ? മനസ്സിൻ്റെ പഞ്ചസ്വരൂപം എന്താ? 5-നെ വിട്ടുകളയരുത്. 5 വലിയൊരു സംഖ്യയാണ് കേട്ടോ. ആത്മചിന്തനത്തിൽ 5 വലിയ സംഖ്യയാണ്. പഞ്ചഭൂതാത്മകമല്ലേ ഈ ശരീരം? ഈ പ്രപഞ്ചം മുഴുവനും നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവനും പഞ്ചഭൂതാത്മകമാണ്. അല്ലേ? ഏതൊക്കെയാണ് പഞ്ചഭൂതം? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. അതിൻ്റെ സംഘാതങ്ങളാണ്, അതിൻ്റെ കണികകൾ ചേർന്നിട്ടാണ് ഈ പ്രകൃതിയിലുള്ള എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങളുടെ ശരീരത്തുണ്ട് ആകാശതത്വം. നിങ്ങളുടെ ശരീരത്തുള്ള ഉള്ളിലുള്ള ചില കോശങ്ങളായിട്ടോ അല്ലെങ്കിൽ ചില ഭാഗങ്ങളിലുള്ള ഗ്യാപ്പിൽ നിൽക്കുന്ന വായു മുഴുവൻ എന്താ? ആകാശതത്വമാണ്. എല്ലാം കൂടെ ഒരുമിച്ച് കൂടിച്ചേർന്ന് ഒട്ടിപ്പിടിച്ചാണോ ഇരിക്കുന്നത്? ഓരോന്നിനും കൃത്യമായ ഡിസ്റ്റൻസ് കൊടുത്ത്, അല്ലേ, ഗ്യാപ്പ് കൊടുത്ത് അകറ്റി നിർത്തുന്നതിന് വായുവിൻ്റെ ഒരു പ്രക്രിയയുണ്ട്. നിങ്ങൾ വായു എന്ന് പറഞ്ഞ് എടുക്കുന്ന ശ്വാസത്തിൽ മാത്രമല്ല, ചില പറയില്ലേ വായു പിടിച്ചതാണെന്ന് തോന്നുന്നു, ഇവിടെ പിടിച്ചിട്ട് പറയാറില്ലേ? ഉണ്ടോ ഇല്ലയോ? നടുവിന് വായു പിടിക്കും, കൈക്ക് പിടിക്കും. എന്താ കാര്യം? അവിടെ എല്ലാം ഉള്ളത് കൊണ്ടാണ്. അതോ ഇവിടുന്ന് നമ്മൾ ശ്വസിച്ച സാധനം ഇറങ്ങി അങ്ങോട്ട് പോയിട്ട് പിടിച്ചാണോ? അല്ല, വ്യവഹരിക്കുന്നുണ്ട് പ്രാണൻ. വായുവിൻ്റെ തത്വമാണോ? ജലമില്ലേ? ഏറ്റവും കൂടുതൽ ജലമുള്ളത് അല്ലേ? മനുഷ്യ ശരീരത്തിൻ്റെ 60% എന്താ? ജലാംശമാണ്. ഭൂമിതത്വമുണ്ട്. ധാതുക്കൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ വരുന്ന ധാതുക്കളൊക്കെ ഭൂമിതത്വമാണ്. അഗ്നിതത്വം ഇല്ലേ? ഉണ്ടോ?
ഉണ്ടോ? നിങ്ങളുടെ ഉള്ളിലുണ്ട് അഗ്നി. എന്താ? ശരീരത്തിൻ്റെ താപത്തെ ക്രമീകരിക്കുന്ന അഗ്നിയാണ്. നമ്മൾ പറയത്തില്ലേ, പനി വന്നപ്പോൾ ചൂട് കൂടി അല്ലേ? മരിച്ചു പോകുമ്പോൾ ചിലർ പറയത്തില്ലേ, പോയി ബോഡി തൊട്ട് പറയോ തണുത്ത് പോയി. അഗ്നിയില്ല, അഗ്നി വിട്ടുപോടെ. ആദ്യം വിടുന്നതിലൊരു സാധനം അഗ്നി. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ശരീരത്തിൻ്റെ ചൂട് നോക്കിയിട്ട് ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നൊക്കെ പെട്ട ദേഹത്ത് പിടിച്ചിട്ട് തന്നെ പറഞ്ഞില്ലേ, തണുത്ത് വിറങ്ങലിച്ചു എന്ന് പറയും. അഗ്നിതത്വം ഉണ്ട്, വായുതത്വം ഉണ്ട്, പ്രാണൻ്റെ ഇതിൽ വായുതത്വം ഉണ്ട്. അത് തന്നെയാണ് ആകാശത്തോട്ട് ചേർന്ന് പോകുന്നത്, ഗ്യാപ്പായിട്ട് നിൽക്കുന്നതും. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ ശരീരം അല്ലേ? ഇനി ആ ശരീരത്തെ നിലനിർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട പങ്ക് പഞ്ചപ്രാണൻ. പ്രാണൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന വായു 5 തരത്തിലുണ്ട്. പഞ്ചപ്രാണനുണ്ട്. പഞ്ചപ്രാണന്മാരിൽ തന്നെ പിന്നെ പഞ്ച ഉപപ്രാണനും ഉണ്ട്. ഏതൊക്കെയാ പഞ്ചപ്രാണൻ? പഞ്ചപ്രാണന്മാരാരൊക്കെയാ? പഞ്ചേന്ദ്രിയോ? അകത്തോട്ട് എടുക്കുന്നു, വിടുന്നു, ഇത്ര മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ. അതിനപ്പുറത്തോട്ടൊന്നും ഞങ്ങൾ ഇന്ന് വരെ ചിന്തിച്ചില്ല. ഞങ്ങൾ അങ്ങനെ അത്തരക്കാരേ അല്ല. ആവശ്യമില്ലാത്തതിലൊന്നും ഞങ്ങൾ പോയി തലയിടാറില്ല. എന്താ പഞ്ചപ്രാണൻ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഏതാ? ഹൃദയമാണോ, കരളാണോ, കിഡ്നിയാണോ, ഏതാ? ഹൃദയമാണ്. പ്രാണൻ വന്നില്ലെങ്കിലോ? പ്രാണനാണ് ഏറ്റവും നിസ്സാരമായി നമ്മൾ ഒരു വിലയില്ലേ. ചിലരൊക്കെ പറഞ്ഞില്ലേ, എനിക്കൊരുത്തൻ്റെയും സഹായം വേണ്ട, ഞാൻ എൻ്റെ സ്വന്തം കാശ് കൊണ്ടാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയം കൊണ്ടാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഇതുകൊണ്ടാണ് ജീവിക്കുക, എൻ്റെ പ്രതാപം കൊണ്ടാണെന്നൊക്കെ പറയും. സത്യത്തിൽ ഏറ്റവും വലിയ വെഡിക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ. അത് പറയുന്നവനാണ് ഏറ്റവും വലിയ വെടി. നമ്മളൊക്കെ ജീവിക്കണമെങ്കിൽ നമ്മളൊക്കെ യഥാർത്ഥ യാചകന്മാരാണ്. ഈ പ്രകൃതിയിൽ പ്രാണൻ ഓക്സിജൻ ഇല്ലെങ്കിൽ പണം കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ല. ഈ പ്രാണൻ നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ നിൽക്കുന്ന ചെറിയ പുൽക്കൊടിക്ക് വരെ പ്രാധാന്യമുണ്ടില്ലേ? ഒരു ചെറിയ പുൽക്കൊടി വരെ അതിനെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജനെ പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രാധാന്യമുണ്ടോ? ഉണ്ടോ? നാട്ടിൽ കിടക്കുന്ന ചെളിവെള്ളത്തിന് വരെ പ്രാധാന്യമുണ്ട് നമ്മൾ ജീവിക്കുന്നതിൽ. എന്താ കാര്യം? നമ്മൾ നേരിട്ട് കുടിക്കുന്നില്ലെങ്കിലും അത് ഭൂമിയിലേക്ക് ആണ്ടിറങ്ങിയിട്ടാണ് അത് അടിയൂറ്റായിട്ട് വന്ന് ശുദ്ധീകരിക്കപ്പെട്ട് കിണറ്റിൽ വന്ന് നമ്മൾ കുടിക്കുന്നതല്ലേ? ആണോ? ഇനി അതല്ലേ സൂര്യൻ സ്വാഭാവികമായിട്ട് ആവിയാക്കി മുകളിൽ കൊണ്ടുപോയിട്ട് വീണ്ടും മഴ ചെയ്ത് ശുദ്ധമാക്കിയിട്ട് താഴോട്ട് വിട്ടു തരുന്നത്? ശരിയല്ലേ? നമ്മൾ സർവ്വമാലിന്യങ്ങളും വലിച്ചെറിയുന്ന ഈ ഭൂമിക്ക് പ്രാധാന്യമുണ്ട് നമ്മൾ ജീവിക്കുന്ന. അതിൻ്റെയൊക്കെ കാരുണ്യം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ആ സർവ്വതും വലിച്ചെറിയുന്ന ചെളിക്കുണ്ട് പിടിച്ച അതിനകത്തല്ലേ കൃഷി ചെയ്ത് നല്ല കായ്കനികളും മധുരക്കിഴങ്ങൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ ആ മണ്ണിന് മധുരം ഇല്ലെങ്കിലും കഴിക്കുന്ന കിഴങ്ങിന് മധുരം ഉണ്ടാക്കി തരുന്നത് ആരാ? ഭൂമിയല്ലേ? ഇനി അത് കഴിഞ്ഞാൽ ഈ സൂര്യൻ്റെ പ്രകാശം എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ വേണം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു 10 ദിവസം അടുപ്പിച്ച് സൂര്യൻ ഉദിക്കാതിരുന്നാൽ പിന്നെ നമ്മൾ വേറെ വലിയും പുട്ടിയിട്ടാലും ബ്യൂട്ടി പാർലറിൽ പോയാലും ഇനി എത്ര വലിയ ഡ്രൈ ക്ലീൻ കടയിൽ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്താലും ഒന്നും നമ്മുടെ ശരീരത്തിൻ്റെ ഈ സ്കിന്നിൻ്റെ നിറമൊന്നും ഇതുപോലെ ഇരിക്കില്ല. വിളറി വെളുത്ത് സർവ്വതും ഇതായിപ്പോവും, പൊട്ടിപ്പൊളിഞ്ഞു പോവും. സൂര്യപ്രകാശം കൊണ്ടാണ് നമ്മുടെ ഈ സ്കിന്ന് ഇതേ കണക്ക് നിലനിൽക്കുന്നത്. മനസ്സിലായില്ലേ? വിറ്റാമിൻ ഡി എന്നൊക്കെ പറയുന്ന വിറ്റാമിനൊക്കെ വരുന്ന ഈ സൂര്യപ്രകാശത്തിന് വലിയ പങ്കുണ്ട്. വിറ്റാമിൻ ഡിക്കൊക്കെ അസുഖം വന്ന ഹോസ്പിറ്റലിൽ ചെന്ന ഡോക്ടർമാർ പറയും കുറച്ച് വെയിൽ കൊള്ളാൻ പറയും. മരുന്ന് കച്ചവടം ചെയ്യാൻ താല്പര്യമില്ലാത്ത ഡോക്ടർമാർ പറയും വെയിൽ കൊള്ളണ്ടാൽ മതി എന്ന് പറയും. മരുന്ന് കച്ചവടം ചെയ്യാൻ പറഞ്ഞവർ പറയും വെയിലത്ത് ഇറങ്ങല്ലേ, ഗുളിക മാത്രമേ കഴിക്കാവേ എന്ന് പറയും. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഒരുവൻ നമ്മളെ അങ്ങ് അറക്കും, ഒരുവൻ നമ്മളെ രക്ഷിക്കും. ഇത്രയേ ഉള്ളൂ. രണ്ടും ഒരേ ഭാവത്തിലാണ്. ആ സൂര്യപ്രകാശത്തിനും പങ്കുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ പ്രകൃതിയിലുള്ള ഓരോന്നിനെ ആശ്രയിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പക്ഷേ നമ്മളതിൻ്റെ വില അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരു ഓക്സിജൻ എടുക്കുന്ന സമയത്ത് നമ്മളൊരു ദിവസം നമ്മളൊരു എടുക്കുന്ന ഓക്സിജൻ്റെ അളവ് നോക്കിയാൽ ശരാശരി നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കിടന്നാൽ ഒരു രോഗി ഇല്ലേ ഓക്സിജൻ സിലിണ്ടർ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ, ഒരു സിലിണ്ടറിന് ഏതാണ്ട് ഇപ്പോൾ 2500-3000 രൂപയ്ക്കകത്ത് വിലയുണ്ട്. ആ അങ്ങനെയുള്ള ഒരു സിലിണ്ടറോ 2 സിലിണ്ടറോ ഒക്കെ ഒരു സാധാരണ രോഗിക്ക് മതി. കാരണം എന്താ? അയാൾ വേറെ ചാടുന്നില്ല, ഓടുന്നില്ല. നമ്മളെപ്പോലെ ആരോഗ്യത്തോടുകൂടി ബാക്കി പല കാര്യം ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചോളം ഒരു 4 സിലിണ്ടറിൽ ഓക്സിജനെങ്കിലും ഒരു ദിവസം വേണം. ഒരു ഓക്സിജന് 3000 രൂപ വെച്ച് കൂട്ട് ശരാശരി. എത്രയാണെന്ന് കൃത്യ വിലയൊന്നും എനിക്കറിയില്ല, എനിക്ക് കച്ചവടം ഇല്ല അതുകൊണ്ട്. പക്ഷേ എങ്കിലും ഒരു ഉദ്ദേശം പറഞ്ഞാൽ നീ 3000 വെച്ച് കൂട്ട്, അല്ലെങ്കിൽ 1000 വെച്ച് കൂട്ട്. ഒരു ദിവസം ഒരു 5000 രൂപയുടെ സാധനം നമുക്ക് വേണം.
5000 ഇൻറ്റു 30 കൂട്ട് എത്ര വരും? ആ കിട്ടുന്നതിനെ കൊണ്ട് നിങ്ങൾ നേരെ 12 കൂട്ട് എത്ര വരും? ഒരു വർഷം നിങ്ങൾ എത്ര ലക്ഷം രൂപയുടെ കടക്കാരനാവുന്നുണ്ട്? ഒരു ജീവിച്ചൊരു 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ 5 കോടി രൂപയുടെ ഓക്സിജന് ഈ ഭൂമിയിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ട്. മനസ്സിലായോ? ദൈവം പറയുകയാണ്, നീ അടുത്ത സാധനത്തിൻ്റെ പൈസ താടാന്ന് പറഞ്ഞാൽ അപ്പോഴേ ആത്മഹത്യ. അത്രയധികം സാധനം ഒന്നിൽ മാത്രം എടുക്കും, നമ്മൾ അറിയുന്നില്ല. ആ പ്രാണൻ അത്രയധികം പ്രാധാന്യമുണ്ട്. ആ പ്രാണൻ അകത്തോട്ടൊന്ന് വന്നിട്ട് പുറത്തോട്ട് പോയില്ലെങ്കിലും, പുറത്തോട്ട് പോയിട്ട് അകത്തോട്ട് വന്നില്ലെങ്കിലും എത്ര നല്ല ഹൃദയവും തീർന്നു, എത്ര വലിയ കടലും തീർന്നു, എത്ര മസിലുള്ളവനും തീർന്നു, എത്ര ബുദ്ധിമാനും തീർന്നു, എത്ര മന്ത്രിയും തീർന്നില്ലേ? കഥ കഴിഞ്ഞു. നമ്മൾ പറയും ചത്തുപോയി, പോയി. ആ പ്രാണൻ അത്രയും പ്രാധാന്യമുണ്ട്. ഒരു മിനിറ്റിൽ നമ്മൾ എത്ര സമയം പ്രാണൻ എടുക്കും? അത്രയും പ്രാധാന്യമുള്ള സാധനം. ലോകത്തുള്ള എല്ലാം നമുക്കറിയാമല്ലോ. പിന്നെ നമ്മൾക്ക് നമ്മുടെ സ്വന്തം നിലനിൽപ്പ് അറിയുമെന്നൊന്നും ചിന്തിച്ചു നോക്കാം. എത്ര തവണ നമ്മൾ പ്രാണൻ എടുക്കുകയും വിടുകയും ചെയ്യുന്നത്? എത്ര തവണയാ? എത്ര തവണയാ? ഏതൊരു സംഖ്യ കേട്ടു. എത്രയാ? ഉറക്കപ്പറ. തെറ്റോ ശരിയോ ഒന്നും നോക്കണ്ട, ഉറക്കെ പറഞ്ഞോ. ആ അമ്മ എത്രയാ സംഖ്യ പറഞ്ഞേ? 72. അത് ഹൃദയത്തിൻ്റെ ഇടിപ്പമ്മ. അത് നമുക്ക് അവസാനം പിടിച്ച് നോക്കാം ഉണ്ടോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ അങ്ങ് വിട്ടേക്കണം, ഉണ്ടെങ്കിൽ പിടിച്ചേക്കണം. കാര്യം എണീറ്റ് വരുമ്പോൾ കൂടെ വരണ്ടേ. അന്വേഷിപ്പിങ് കണ്ടെത്താം. നമ്മുടെ സ്വന്തം നിലനിൽപ്പൊക്കെ നമ്മൾ ഇടയ്ക്ക് കണ്ടെത്തണമല്ലോ. അത് നമുക്ക് വിട്ടേക്കാം. ഇപ്പോൾ പഞ്ചപ്രാണന്മാരുണ്ട്. പ്രാണൻ, അപാനൻ, ഉപാനൻ, സമാനൻ, വ്യാനൻ എന്ന് പറഞ്ഞിട്ട്. പ്രാണൻ എന്ന് വെച്ചാൽ അകത്തോട്ട് കയറുകയും പുറത്തോട്ട് ഇറങ്ങുകയും ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നത്. സമാനം എന്ന് പറഞ്ഞാൽ കൃത്യഭാഗത്ത് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? ഉദാനം എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള ഗതിയെ നിയന്ത്രിക്കുന്നത്. അപാനൻ താഴോട്ടുള്ള ഗതിയെ നിയന്ത്രിക്കുന്നത്. വ്യാനൻ എല്ലായിടത്തും സഞ്ചരിക്കുന്നത്. ഈ പഞ്ചപ്രാണന്മാർ എപ്പോഴാണോ തകരാറിലാവുന്ന ആ നിമിഷമാണ് നമ്മുടെ ശരീരത്തെ രോഗഗ്രസ്തമായി മാറുന്നത്. ശരീരത്തെ ക്രമീകരിച്ചിരിക്കുന്ന 5 എണ്ണമാണ്. ഒന്ന് അകത്തോട്ടും പുറത്തോട്ടും പോകുന്ന കൃത്യമായി പോയി വന്നുകൊണ്ടിരിക്കണം. ആവശ്യമുള്ളതിനെ ഇല്ലാത്തതിനെ പുറത്തു കൊണ്ട് കൊടുക്കണം. കാർബൺ ഡൈ ഓക്സൈഡിനെ ആവശ്യമുള്ളതിനെ അകത്ത്. ഇതാണ് പ്രാണൻ ചെയ്യുന്നത്. ഇത് ഉള്ളിലോട്ട് വന്നാൽ അതിനെ ഒരു സ്ഥലത്ത് നിർത്തണം. പൂർണ്ണമായും വിട്ടുപോകാതെ ഒരു പോയിന്റിൽ വ്യവഹാരത്തിന് വേണ്ടി നിർത്തണം. അതാണ് സമാനൻ. അതിനെയാണ് ഹൃദയത്തിൽ ആ ഭാഗത്ത് ഈ ഭാഗത്ത് സമാനൻ എന്ന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെയോ എല്ലായിടത്തും ഇത് എത്തണം അല്ലേ? ഒരിടത്ത് മാത്രമല്ല, എല്ലായിടത്തും എത്തുന്ന പ്രക്രിയയ്ക്ക് എന്ത് പറയും? വ്യാനൻ, വ്യാപിപ്പിക്കുന്നവൻ. അത് കഴിഞ്ഞാൽ ഉദാനൻ എന്ന് പറഞ്ഞാലോ ഇവിടെ മാത്രം ഇരുന്നാൽ മതിയോ? മുകളിലേക്കുള്ള കർമ്മങ്ങൾ ചെയ്യണ്ടേ? അതിനെ ചെയ്യിപ്പിക്കാം ഉദാനൻ. കീഴോട്ടുള്ള കർമ്മം ചെയ്യുന്നതിന് അപാനൻ. മനസ്സിലാകുന്നുണ്ടോ? ഇതിനകത്ത് ഈ ഉദാനൻ കൂടി വന്നു കഴിഞ്ഞാൽ അപകടമോ? ഈ ഉദാനം കൂടുമ്പോഴാണ് സ്ട്രോക്ക് വരുന്നത്, പ്രഷർ കൂടി. മനസ്സിലായില്ലേ? തലയിൽ ഞരമ്പ് കൂട്ടി, ഒരു ഭാഗം തളർന്നു. ഇതൊക്കെ പറയുന്നത് ആര് കൂടുമ്പോഴാ? ഉദാനൻ ഹൈ പിച്ചിൽ കയറുമ്പോഴാണ്. ഉദാനം കുറഞ്ഞാലും കുഴപ്പമാണ്, കാരണം ഇവിടേക്ക് ബ്ലഡ് ഓട്ടം കിട്ടത്തില്ല, അപ്പോഴും പ്രശ്നം വരും. ഇനി അപാനം കൂടിക്കഴിയുമ്പോഴാണ് വാതരോഗം വരുന്നത്. വാദം കൂടുന്നത്, വാതാലയേഷൻ അല്ലേ? ആരാ വാതാലയേഷൻ? വാതാലയേഷൻ ആരാന്നറിയാത്ത തൃശ്ശൂരുകാരോ? ആരാ വാതാലയേഷൻ? നിങ്ങളൊക്കെ വേറെ നാട്ടിൽ നിന്ന് താമസിച്ചതാണോ? വാതാലയേഷൻ എന്ന് പാടിപ്പുകഴ്ത്തിയത് ഭട്ടതിരിപ്പാട് ആരെയാ? ഗുരുവായൂരപ്പനെ. തൻ്റെ വാതരോഗം മാറ്റി. ഏത് ഗുരുവായൂരപ്പനല്ലേ? ആണോ? അതിനെഴുതിയ കൃതിയാണ്, ആ സമയത്ത് എഴുതിയ കൃതിയാണ് ഏത്? എല്ലാം തിരിഞ്ഞു പോയി. നാരായണിയോ ജ്ഞാനപ്പാനെയോ? ഷോ, കുഞ്ചന്തൻ പേര് എന്താ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടില്ലേ ബ്രേക്ക് ഡാൻസ് ആണെന്ന്. അതാണ് കൈപ്പോയി. പൂന്താനമാണ് ജ്ഞാനപ്പാൻ എഴുതിയത്. ഭട്ടതിരിപ്പാട് എഴുതിയത് നാരായണീയമാണ്. തൻ്റെ വാതരോഗത്തെ മാറ്റിയ ഗുരുവായൂരപ്പന് സമർപ്പിച്ചതാണ്. വാതാലയേശൻ എന്ന പേര് പ്രഖ്യാപിക്കപ്പെട്ടത് അങ്ങനെയാണ് അല്ലേ? വായുവിനെ പോലും നിയന്ത്രിക്കുന്ന അതാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞത്. പ്രപഞ്ചത്തെ പഞ്ചവായുക്കൾക്ക് പ്രാധാന്യമുണ്ട് ജീവിത വ്യവഹാരത്തിൽ. പിന്നെ അതിന് കഥ ഗുരുവും വായുവും കൂടെ കൊണ്ട് പ്രതീക്ഷിച്ചു. അതൊക്കെ കഥയിലുള്ളതാണ്. അതല്ല അതിൻ്റെ അർത്ഥം. ആന്തരികമായ അർത്ഥം, ആധ്യാത്മികമായ അർത്ഥം, വാക്കിന് വലിയ അർത്ഥമുണ്ട്. സർവ്വവിധമായ ജ്ഞാനത്തെ പകരുന്നതും, മനസ്സിലാവുന്നുണ്ടോ? ആ പ്രാണവ്യവഹാരത്തെ നിയന്ത്രിക്കുന്നവൻ്റെയും അപ്പൻ, അധിപൻ, അതായത് പ്രപഞ്ചത്തിൻ്റെ നാഥൻ. അതാണ് ഗുരുവായൂരപ്പൻ. പ്രപഞ്ചാതീതനാഥൻ, ജ്ഞാനസ്വരൂപനായി
പഞ്ചതത്വത്തെയും നിയന്ത്രിക്കുന്ന അപ്പൻ. നമ്മൾ അയ്യപ്പനെ പറയുന്നത് എന്തിൻ്റെയാ? അഞ്ചിൻ്റെ അപ്പൻ അയ്യപ്പൻ. കഥകൾക്കും ഉള്ളിലേക്ക് നമ്മൾ പോകണം. കഥകൾ വെച്ച് കണ്ട് തിരിച്ചിറങ്ങി വരരുത്. കഥകൾ കണ്ട് തിരിച്ചിറങ്ങി വന്നാൽ പലപ്പോഴും നമുക്കൊന്നും മനസ്സിലാവില്ല, കഥ മാത്രമേ മനസ്സിലാവുള്ളൂ. കഥകൾ കേൾക്കുമ്പോഴുള്ള സന്തോഷമല്ല ഭഗവാന്റെ ചരിതം കേൾക്കുമ്പോൾ കിട്ടേണ്ടത്. മനസ്സിലായില്ലേ? കഥകൾ കേൾക്കുന്ന സന്തോഷത്തോടുകൂടി കടന്നു ചെല്ലണം. അത് കഴിഞ്ഞാലോ തിരിച്ച് ബോധമാകുന്ന ആനന്ദത്തെ നിറച്ച് പൂർണ്ണത നേടണം. വ്യത്യാസം ഇതാണ്. കയറി ചെല്ലുന്നതല്ല പ്രതീക്ഷിച്ച്, എന്ത് പ്രതീക്ഷിച്ചാണോ ചെല്ലുന്നത് അതായിരിക്കത്തില്ല നമുക്ക് കിട്ടേണ്ടത്. അകത്ത് ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതല്ല കിട്ടേണ്ടതെന്ന് തിരിച്ചറിയണം. കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കഥയിലൂടെ നമുക്ക് അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാവണം. ഉള്ളിലേക്ക് ഇറങ്ങി ആ അറിവിനെ നേടി അതിൻ്റെ പൂർണ്ണതയെ നമ്മൾ തിരിച്ചു വരണം. എങ്കിലേ നമുക്കത് പൂർണ്ണജ്ഞാനമായിട്ട് പരിണമിക്കുള്ളൂ. അപ്പോൾ ആ അപാനൻ താഴേക്ക് വരുമ്പോഴാണ് നമ്മൾ പറയില്ലേ കീഴ്വായുവിൻ്റെ അസുഖം, ചിലർ പറയത്തില്ല, പ്രായമുള്ളവരൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഇത് വരുമ്പോഴാണ്. വ്യാനൻ എന്ന് പറയുന്ന എല്ലായിടത്തും വരാതെ വരുമ്പോഴാണ് ശരീരത്തിൻ്റെ ചില ഭാഗത്ത് തളർച്ച, കഴപ്പ് ഒക്കെ പറയില്ലേ, പെരുപ്പ് എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ രോഗങ്ങൾ. അപ്പോൾ ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്നതാണ് പഞ്ചപ്രാണൻ. ആ പഞ്ചപ്രാണ വ്യവഹാരത്തിനും പ്രാധാന്യം ഉണ്ട്. മനസ്സിലാകുന്നുണ്ട്? ഒരു ശരീരത്തിൻ്റെ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഈ പഞ്ചപ്രാണ വ്യവഹാരവുമായി ആർക്ക് ബന്ധമുണ്ട്? മനസ്സിന് വലിയ ബന്ധമുണ്ട്. നമുക്കൊരു ദേഷ്യം വന്നു, ആദ്യം നമ്മുടെ ശരീരത്തിൽ മാറ്റം വരുന്ന ഏതിനാ? ശ്വാസഗതിയിലാണ്. സന്തോഷം വരുമ്പോൾ മാറ്റം വരും ശ്വാസഗതിയിലാണ്, അല്ലേ? ഇതൊക്കെ നമ്മളത് പരസ്പരം ബന്ധിതമാണ്. നമ്മളിലേക്കൊന്ന് ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിനെ ഒന്ന് അടുക്കും ചിട്ടയായിട്ട് വെക്കാൻ പറ്റൂ. നമ്മളെ വീട്ടിൽ എല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണ്. അത് അടുക്കും ചിട്ടയായിട്ടൊന്ന് പറക്കി വെക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്നാൽ പറ്റുമോ? നമ്മൾ എവിടെ ചെല്ലണം? വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെന്നാൽ മാത്രം മതിയോ? എന്ത് വേണം? അകത്ത് പ്രവേശിക്കണം. പ്രവേശിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പറക്കി ഒതുക്കണം. ഒതുക്കിയാൽ മാത്രം പോരാ, വെക്കേണ്ടത് ഓരോന്നും എവിടെ വെക്കണമെന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. വെക്കണ്ടേ? വേണോ? ചെന്നിട്ട് നേരെ കട്ടിലിനകത്ത് കസേരയെല്ലാം പറക്കി കട്ടിലിൻ്റെ മേളിൽ വെച്ച് അതിൻ്റെ മേളിൽ തുണിയെല്ലാം പറക്കി വെച്ച് രാത്രിയിൽ നിലത്ത് കയറി കിടന്നുറങ്ങി. എന്തിനാടാ കട്ടിൽ? വെക്കേണ്ടത് കൃത്യമായി വെച്ചാലല്ലേ അത് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റൂ, അല്ലേ? ആണോ? അതുപോലെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മുടെ ഉള്ളിനെ അടുക്കും ചിട്ടയുമായി മനസ്സിലാക്കണം. എന്നിട്ട് അതിനെ ഓരോന്നിനെ അടുക്കി വെച്ചാൽ സ്വസ്ഥമായി. നമ്മളെപ്പോഴാണ് സ്വസ്ഥമാണെന്ന് വെച്ചാൽ നമ്മളെ സ്വസ്ഥമാക്കിയാലാ. നമ്മളെ സ്വസ്ഥമാക്കാതെ നമുക്കൊരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല. ഉണ്ടാവുമോ? നമ്മുടെ സ്വസ്ഥത എന്ന് പറയുന്ന ആരുടെയും കയ്യിലിരിക്കുകയല്ല. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, അവനെ കൊണ്ടൊരു സ്വസ്ഥതയില്ലെന്നേ. ഒരു സ്വസ്ഥത തരത്തില്ല. ചില അമ്മമാരൊക്കെ പറഞ്ഞേക്കാം, ഇങ്ങേരെ കൊണ്ടൊരു സ്വസ്ഥതയില്ല. കെട്ടിയതിൻ്റെ അന്ന് തുടങ്ങിയതാണ്. എന്തിനാ പിന്നെ കെട്ടിയത്? കിട്ടുമെന്ന് വിചാരിച്ച് കിട്ടിയപ്പോൾ കിട്ടിയില്ല, പോട്ടെ, അത് വിട്ടേക്കാം. നമ്മളെ വിചാരം ഭർത്താവിനെ കൊണ്ട് സ്വസ്ഥത. ചില ഭർത്താക്കന്മാർ ഇവളെ കൊണ്ടൊരു സ്വസ്ഥത, അതുകൊണ്ടാണ് ഞാൻ ജോലി കഴിഞ്ഞാലും വീട്ടിലോട്ട് വരാത്ത കടത്തിണ്ണ ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്വസ്ഥത ഭാര്യയെ ആശ്രയിച്ചോ ഭർത്താവിനെ ആശ്രയിച്ചല്ല, അവനവനെ ആശ്രയിച്ചായിരിക്കുന്നത്. നിർത്തേണ്ടടുത്ത് നിർത്തേണ്ട രീതിയിൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെ നിർത്തിയാൽ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊണ്ടാൽ സ്വസ്ഥത കുറവില്ലുണ്ടോ? ഒന്നുമില്ല. ജീവിതത്തിൽ മക്കളെ കൊണ്ട് സ്വസ്ഥത കുറവില്ല. അപ്പോൾ ഓരോന്നിനെയും വെക്കേണ്ട സ്ഥലങ്ങളുണ്ട്, വെക്കേണ്ട രീതിയുണ്ട്. അപ്പോൾ അടുക്കി പറക്കണമെങ്കിൽ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം അറിയണം. പിന്നെ ഓരോന്നിനെ എങ്ങനെ വെക്കണമെന്ന് അറിയണം, വേണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു തത്വമുണ്ട്, പഞ്ചതത്വം. ഇപ്പോൾ പഞ്ചഭൂതങ്ങളിൽ പഞ്ചപ്രാണൻ, ഇനിയോ പഞ്ചജ്ഞാനേന്ദ്രിയം, അല്ലേ? പഞ്ചകർമ്മേന്ദ്രിയം. അങ്ങനെ നോക്കിയാൽ 5ൻ്റെ പ്രാധാന്യം ചെറുതാണോ? 5 തരത്തിലുള്ള അവസ്ഥാന്തരമാണ് നമുക്കുണ്ടാകുന്നത് ജനിച്ചു കഴിഞ്ഞാൽ. ബാല്യം, കൗമാരം, യൗവനം എന്നൊക്കെ പറഞ്ഞ്, അല്ലേ? അവസ്ഥാന്തരം ഉണ്ടായി, അല്ലേ? വളർന്നു, നിലനിൽക്കുന്നു, ക്ഷയിക്കുന്നു, അവസാനം നശിക്കുന്നു. 5 തരത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. എല്ലാത്തിനും ഒരു 5 ഉണ്ട്. ഒരു 5ൻ്റെ കളികൾ കൊണ്ടാണ് നമ്മുടെ ജീവിതം, അല്ലേ? മുമ്പേ പറഞ്ഞതൊക്കെ അതും നീയും ഞാനും ഒന്നാണെന്ന് പ്രഖ്യാപിക്കുന്ന സന്നിധാനത്തേക്ക് പോകുന്ന അവിടെ ചെന്നിരിക്കുന്ന ആളിനെ നമ്മൾ വിളിക്കുന്നത് എന്താ? 5ൻ്റെ അപ്പ എന്നാ, അല്ലേ? 5ൻ്റെ അപ്പനാ ലോപിച്ചെന്തായി മാറിയത്? അയ്യപ്പനായി മാറിയത്. 5ൻ്റെ അപ്പൻ, പഞ്ചഭൂതത്തിൻ്റെ നാഥൻ, 5ൻ്റെ നാഥൻ. ചിലതൊക്കെ ലോപിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം മാറിപ്പോയി. നമ്മളതുകൊണ്ട് അർത്ഥം അറിയാതെ പോകുന്നതാണ്. ശബരിമല യാത്രയിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു നാമമുണ്ട്. എന്താ? സ്വാമി തിന്തകത്വവും അയ്യപ്പ തിന്തകത്വവും. തിന്തകത്വം അല്ല കേട്ടോ, അതൊക്കെ ഡാൻസുകാർ പഠിച്ച പാട്ടിൻ്റെ തിന്തകത്വം അതല്ല. സ്വാമി നിൻ്റെ അകത്തോ, അത് ചോദിക്കുന്ന ഒരു സ്വാമി ചോദിക്കുകയാണ്, സ്വാമി നിൻ്റെ അകത്തോ. അപ്പം മറ്റേ ആൾ തിരിച്ചറിയണം, അയ്യപ്പൻ എൻ്റെ അകത്ത്, അല്ലെങ്കിൽ സ്വാമി എൻ്റെ അകത്ത്. എന്നിട്ട് തിരിച്ചു ചോദിക്കുക, അയ്യപ്പൻ നിൻ്റെ അകത്തോ.
അപ്പം എൻ്റെ അകത്തുണ്ട്, നിൻ്റെ അകത്തുണ്ടോ, നിൻ്റെ അകത്തുണ്ട്, എൻ്റെ അകത്തുണ്ട്, നിൻ്റെ അകത്തും എൻ്റെ അകത്തും, നിൻ്റെ അകത്തും എൻ്റെ അകത്തും. അവസാനം എന്താ? നിൻ്റെ അകത്തും എൻ്റെ അകത്തുമുള്ള ഒന്ന് തത്വമസി, അത് നീ തന്നെയാണ്, അതും ഇതും ഒന്നാണ്. മനസ്സിലായില്ലേ? ഭഗവാനും ഭക്തനും മാത്രമല്ല ഒന്ന്, പോകുന്ന അയ്യപ്പന്മാരും പരസ്പരം ആത്മബോധത്തിലേക്ക് ഉണരണം. എത്ര ശ്രേഷ്ഠമായതിനെയാണ് നമ്മൾ അല്ലേ ചുരുക്കി ചുരുക്കി തേച്ച് അവസാനം പറഞ്ഞില്ലേ കുളിപ്പിച്ച് ആരെ ഇല്ലാതാക്കി? കുഞ്ഞിനെ ഇല്ലാതാക്കി. ഇതുപോലെയാണ് നമ്മളിപ്പോൾ ആചാരങ്ങളെ എപ്പോഴാണ് ഇതിനെ വലുതാക്കുന്നത്? അതിൻ്റെ മഹത്വത്തെ അറിയുമ്പോഴാണ്. മഹത്വത്തെ അറിഞ്ഞ് ആചരിച്ചാൽ അത് ഒരിക്കലും ഇല്ലാതാവില്ല. മഹത്വത്തെ അറിയാതെ മഹത്വത്തെ ഉപേക്ഷിച്ച് നമ്മൾ ആചരിക്കുമ്പോൾ എന്ത് പറയും? അത് ആചരണമായി മാറും. മനസ്സിലാകുന്നുണ്ടോ? അർത്ഥമല്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടി ചോദിക്കുക, എന്തിനാ അമ്മ വിളക്ക് കത്തിക്കുന്നത്? അത് മുള വെട്ടത്തിനാണ്. അത് ഇത്രയും വലിയ ലൈറ്റില്ലേ? അപ്പോഴമ്മ എന്തിക്കുന്നത്? അത് ശരിയാകുന്നില്ല, എന്നാൽ പിന്നെ നാളെ തൊട്ട് വേണ്ട, രക്ഷപ്പെട്ടൊരു പണിയുന്നു. പക്ഷെ നേരെ മറിച്ച് മോളെ അത് ഇന്നതാണ് അതിൻ്റെ തത്വം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നമുക്ക് വേണ്ടേ? അതുകൊണ്ടാണ് പറയുന്നത് നമ്മളത് നേടണം. ശരി. അപ്പോൾ ഇവിടെ മനസ്സിൻ്റെ 5 തത്വത്തിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. മനസ്സിൻ്റെ 5 തത്വം എന്താ? ഒന്ന് പ്രത്യക്ഷം, പിന്നൊന്ന് പ്രമാണം, പ്രത്യക്ഷം, വികല്പം, വിപര്യായം, നിദ്രാസ്മൃതി. ഇതാണ് പഞ്ചക്ലേശം. 5 തരത്തിലുള്ള ദുഃഖത്തെ പ്രവൃത്തിയിലേക്ക് മനസ്സ് നമ്മളെ കൊണ്ടുപോകും. ഒന്ന് പ്രത്യക്ഷം, നേരിട്ട് ഞാൻ കണ്ടു, അതുകൊണ്ടത് ഒന്ന് മനസ്സ് ബോധ്യപ്പെടുത്തില്ലേ? നമ്മൾ പറഞ്ഞത് ഞാൻ കണ്ടതാ, എൻ്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഞാൻ പറയില്ല, ഞാനത് കേട്ടതാ പറയില്ലേ? പറയത്തില്ലയോ? അതാണ് ഒന്ന്. രണ്ടാമത്തത് എന്താ അവസ്ഥ? വിപര്യായം, ഉള്ളതിനെ മറ്റൊന്നാക്കി കാണിക്കും. ഉള്ളത് ഒരു വസ്തുവാണ്, പക്ഷേ ആ വസ്തുവിനെ മറ്റൊന്നായി കാണിക്കും. നമ്മൾ ഇടയ്ക്കൊരു കാര്യം ചർച്ച ചെയ്തിരുന്നു അല്ലേ? നമ്മൾ സന്ധ്യയ്ക്ക് വരുമ്പോൾ ഒരു കയറിൻ്റെ തുണ്ട് വഴി കിടന്നു, നമ്മൾ രാത്രി പോകുമ്പോൾ കാല് തട്ടിയപ്പോൾ കയറിനെ കണ്ടോ പാമ്പിനെ കണ്ടോ? പാമ്പിനെ കണ്ടു. ഉള്ളതെന്താ യഥാർത്ഥത്തിൽ? പാമ്പോ? കയറ്. കണ്ടതെന്താ? പാമ്പ്. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ലേ? നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊരു പൂവൻ വാഴയുടെ തൈ കൊണ്ടുവച്ച് നട്ടു, നല്ലതായിട്ട് കിട്ടിയ അപൂർവമായി കിട്ടിയ വാഴ, അതുകൊണ്ട് മുറ്റത്ത് തന്നെ അങ്ങ് വെച്ചു, അടുത്ത് തന്നെ വെച്ചു. ആ വാഴയ്ക്ക് ഡെയിലി വെള്ളമൊക്കെ ഒഴിക്കും. വളരെ ചിലർക്ക് ഈ ചെടികളൊക്കെ വളർത്തുന്നത് സ്വന്തം മക്കളെ പോലെയാണ്, വളമൊക്കെ ഇട്ട് വളർത്തി. അതിൻ്റെ കൈയൊക്കെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു കിടക്കും. ഒരു ദിവസം നല്ല അർദ്ധരാത്രിയിൽ കഴുകി വെളിയിലിട്ട തുണി മഴ പെയ്തപ്പോൾ എടുക്കാൻ ഇറങ്ങി. ഇടിയും മിന്നലും ഒക്കെ ഉണ്ട്, നല്ല കാറ്റും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഈ വാഴയുടെ കൈ ഒന്ന് ആടി ഇങ്ങനെ വിളിച്ചു, നിഴലത്ത് കണ്ടു. പെട്ടെന്ന് നമ്മൾ വാഴയെ കാണത്തില്ല, കള്ളിയങ്കാട്ട് നീലിയെ കാണും. പിന്നെ തുണി എടുക്കാൻ നമ്മൾ നിൽക്കുമോ? ചാരിയ വാതിൽ പോലും തുറക്കാൻ നമ്മൾ അകത്ത് ചാടി വീഴത്തില്ലേ? അപ്പോൾ ഉണ്ടായിരുന്ന യഥാർത്ഥത്തിൽ എന്താ? വാഴ. കണ്ടതാരെയാ? അങ്ങനൊന്നും ഞങ്ങളെ പേടിപ്പിക്കേണ്ട, കള്ളിയങ്കാട്ട് നീലി ഞങ്ങളെ കണ്ടാൽ ഓടത്തേ ഉള്ളൂ, ഞങ്ങളനങ്ങത്തില്ല. വന്നാലും നീലി ഓടും അല്ലേ? അപ്പോൾ അതിനെ മറ്റൊന്നായി കണ്ടു. ഇനിയോ ഇല്ലാത്ത ഒന്നിനെ ഉള്ളതായും തോന്നിപ്പിക്കാറില്ലേ മനസ്സ്? ചിലപ്പോൾ ചിലർ നടന്നുകൊണ്ട് വരത്തില്ലേ, ഞാൻ ഇങ്ങോട്ട് വന്ന് പേടിച്ചു, എൻ്റെ പുറകിൽ ആരോ നടന്നു വരുന്ന എനിക്ക് തോന്നലേ ഉള്ളൂ, പക്ഷേ അനുഭവിച്ചു. നമ്മൾ പെട്ടെന്ന് വീട്ടിൽ ചെന്ന് രാത്രി ചെന്ന് കഥ ഉറക്കം, പെട്ടെന്ന് ആരോട്ടാന്ന് നമ്മൾ നോക്കിയില്ലേ, ആരാ അങ്ങോട്ട് മാറിയേ? ഉടനെ ടോർച്ചൊക്കെ എടുത്ത് അടിച്ചു നോക്കി, ആരുമില്ല. സമാധാനമായി, സന്തോഷമായി. ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിപ്പിക്കില്ലേ? അപ്പം മനസ്സിന് അങ്ങനെയുണ്ട്. അതാണ് വികല്പം. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നത് വികല്പം. അപ്പം അതാണ് നമുക്ക് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, കുറച്ചുകൂടി പ്രായോഗിക അർത്ഥത്തിൽ പറയാം. നമ്മൾ ഈ മരുഭൂമിയിലൂടെ പോകുന്ന കാഴ്ച നടക്കുമ്പോൾ, നമ്മൾ പിന്നെ ഇവിടെ മരുഭൂമി കാണാത്തതും പോകാത്തവരായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അതെടുത്ത് പറയുന്നത്. നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ കാണുന്നത്? നമ്മൾ നോക്കുമ്പോൾ അവിടെ വെള്ളം കിടക്കുന്ന കണക്ക് തോന്നും, തിളക്കം പോലെ ഇങ്ങനെ വെള്ളം അനങ്ങുന്ന കണക്ക് തോന്നും. അവിടെ ചെല്ലുമ്പോൾ എന്താ? വെള്ളം കാണില്ല. എന്താ കാര്യം? മരുഭൂമിയിലെ കാനൽ ജലം എന്ന് പറയും. എന്താ? അവിടെ യഥാർത്ഥത്തിൽ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് മണലിൽ തിളക്കം അടിക്കുന്നതാണ്, വെള്ളമാണെന്ന് തോന്നുന്നത്. അവിടെ ചെല്ലുമ്പോൾ വെള്ളമില്ല. അപ്പം മരുഭൂമിയിലെ ജലാശയം എന്ന് പറയുന്നത് എപ്പോഴും ഇല്ലാത്തതാണ്, പക്ഷേ ഉണ്ടെന്ന് തോന്നും. നമ്മൾ അതേ കണക്കല്ലേ കടലിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ കടൽ ഇങ്ങനെ പോയി വളഞ്ഞ് താഴോട്ട് പോകുന്നതായിട്ട് തോന്നും. യഥാർത്ഥത്തിൽ താഴോട്ട് വല്ലതും പോകുന്നോ? ഇല്ല. നമ്മുടെ കണ്ണുകൾക്ക് അവിടം വരെ എത്താനുള്ള അപ്പോൾ അത് തോന്നും. അതേ കണക്ക് ഇങ്ങനെ പല കാര്യങ്ങളും ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഒരു രീതിയുണ്ട്. ഇനി ഇത് കഴിഞ്ഞാലോ സ്മൃതി. സ്മൃതി എന്ന് വെച്ചാൽ എന്താ? ഓർമ്മിക്കുക. മനസ്സിൻ്റെ പ്രക്രിയയല്ലേ അല്ലേ? ആണോ? ഇപ്പം വളരെ സന്തോഷത്തിൽ ഇരിക്കുക. അന്നേരമാണ് 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നമ്മളത് ചന്തിക്കിട്ട് നുള്ളിയവൻ തോന്നുന്നു നടന്നു പോണ്. അവനെ കണ്ടപ്പോൾ ഓർത്ത് പണ്ട് നുള്ളിയത്. വർഷം 10-60 കഴിഞ്ഞു. 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നുള്ളിയതാ. ഇപ്പോൾ ഓർത്തപ്പം വീണ്ടും വേദന വന്നു. ഈ വേദനയെ വർദ്ധിപ്പിച്ചതാരാ? സ്മൃതിയല്ലേ? ഓർമ്മയല്ലേ? ആണോ അല്ലയോ? ഇപ്പോൾ ഞങ്ങളൊക്കെ ഈ ആലപ്പുഴ വഴി യാത്ര ചെയ്യുമ്പോൾ അമ്പലപ്പുഴ വഴി വരുമ്പം അറിയാതെ അമ്പലപ്പുഴയുടെ ബോർഡ് കാണുമ്പോൾ ഭഗവാനെ നിന്ന് വിളിക്കും. അന്നേരം തന്നെ വായിൽ വെള്ളവും വരും. എന്താ കാര്യം? അമ്പലപ്പുഴ പാൽപ്പായസം.
അതാരാ ഓർമ്മിപ്പിച്ചേ? സ്മൃതി. മനസ്സിലായില്ലേ? അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത എന്താ? നിദ്ര. ഒന്നും അറിയുന്നത്ത അവസ്ഥ. ഈ 5 തരത്തിലുള്ള പ്രവർത്തനം ആർക്കുണ്ട്? മനസ്സിനുണ്ട്. അപ്പം മനസ്സിനെ വളരെ കൃത്യമായി നമ്മളൊന്ന് അവലോകനം ചെയ്യണം. ആ മനസ്സാണ് നമ്മുടെ സുഖദുഃഖങ്ങളെ ബന്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് മനോനിയന്ത്രണം എന്നത് വളരെ പ്രധാനമാണ്. ആ മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് ആത്മബോധത്തിലേക്ക് ഉണരാം. ആത്മബോധത്തിൻ്റെ മുമ്പിൽ ഒരു കർട്ടൻ. ഇപ്പോൾ ഇവിടെ ഇതിനുള്ളിലൊരു നാടകം നടക്കുക, മനസ്സിലായില്ലേ? നല്ല സുന്ദരന്മാരായ, ഞാനല്ല, നായകനും നായികയൊക്കെ ഇവിടെ നിന്ന് നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഫ്രണ്ടിൽ കർട്ടനും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നാടകം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ഇവരെത്ര കിടന്ന് അഭിനയിച്ചാലും നിങ്ങൾക്ക് നാടകം ആസ്വദിക്കാൻ പറ്റുമോ? എന്താ കാര്യം? ഈ കർട്ടൻ, ഈ സ്റ്റേജിൻ്റെ ഭാഗം തന്നെയല്ലേ കർട്ടൻ, പക്ഷെ അത് മറഞ്ഞു നിൽപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? കർട്ടനെ ഇല്ലാതാക്കണം, അല്ലേ? ഒഴിവാക്കണം. ഒഴിവാക്കാൻ എന്ത് ചെയ്യും? അതിനെ ഉയർത്തി അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കണം. ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാടകം കാണാം. ഇതുപോലെയാണ് ആത്മാവിൻ്റെ ഭാഗമായിട്ട് തന്നെ നിന്ന് ചിന്തകളിലാൽ രൂപപ്പെടുന്ന മറയാണ് മനസ്സ്. ആ മനസ്സിനെ നിങ്ങൾ എപ്പോഴാണോ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒഴിവാക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ അതിനെ നിയന്ത്രിക്കുമ്പോഴാണ്. മനസ്സിലല്ലേ? കർട്ടനെ ഒഴിവാക്കുന്നത് എങ്ങനെയാണ്? ചരട് കൊണ്ട് നിയന്ത്രിക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ ഒഴിവാവുമോ? നമ്മൾ ഫ്രണ്ട് ഇരുന്നിട്ട് കർട്ടനെ പോ നാടകം കാണട്ടെ എന്ന് പറഞ്ഞാൽ വരുമോ? വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആ ചരട് കൊണ്ട് നിയന്ത്രിച്ച് അതിനെ ഒഴിവാക്കണം. ഇതുപോലെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് വഴുതിയിലാക്കുമ്പോൾ അതിനെ നമുക്ക് ഒതുക്കേണ്ടടുത്ത് ഒതുക്കി നിർത്താനും, അല്ലേ, ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കും. അന്നേരം നിങ്ങൾക്ക് ആ ദൃശ്യം വ്യക്തമാകുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ആത്മതത്വത്തെ ഗ്രഹിക്കാൻ നമ്മൾ എന്തിനെ നിയന്ത്രിച്ച് നിർത്തണം? മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തണം. നമ്മുടെ മനസ്സിൻ്റെ